ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു മഹിഴ്ഭാഗ്യമാം ജീവിതം പാരിലെന്തുള്ളൂ. മഹിഴ്ഭാഗ്യമാം ജീവിതം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ഞങ്ങളെ സ്നേഹിച്ച് ആമേൻ കർത്താവേ, സ്വന്തം ജീവൻ കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി തന്ന കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് കർത്താവേ, ഹല്ലേലൂയ. കാൽവരി ക്രൂശിൽ കർത്താവേ പരസ്യ പ്രഖ്യാപനം ചെയ്ത എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ ആ സ്നേഹത്തിന് കീഴിൽ ഞങ്ങൾ അടുത്തു വരുന്നു കർത്താവേ, ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം കർത്താവേ, സഭയുടെ നടുവിൽ കർത്താവേ, എൻ്റെ യേശു കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് തന്ന വലിയ ഭാഗ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ആമേൻ, ഹല്ലേലൂയ. ഈ ആരാധനയുടെ നടുവിൽ ഇറങ്ങി ക്രിയ ചെയ്തുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ആമേൻ കർത്താവേ, ക്യാമ്പസിന് ചുറ്റും ദൈവാത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ. ഈ ദേശത്തിൻ്റെ നടുവിൽ ഹല്ലേലൂയ ആരും നശിച്ചു പോകരുതെന്ന് ആമേൻ കർത്താവേ, പിതാവിന് ഞങ്ങളോടുള്ള സ്നേഹത്തെ ആമേൻ പുത്രനിലൂടെ വെളിപ്പെടുത്തി കാണിച്ച ആ വലിയ സ്നേഹത്തിന് ആഴം പകരേണ്ടതിന് ആമേൻ തടസ്സമായി നിൽക്കുന്ന ആമേൻ എല്ലാ തടസ്സങ്ങളെയും ആമേൻ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ഇന്ന് പകൽക്കാലം ഞങ്ങൾ നിരോധിക്കുന്ന കർത്താവേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ആത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണം വെളിപ്പെടട്ടെ കർത്താവേ. ആമേൻ നാളുകൾ ക്രമീകരിച്ച് എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ ആമേൻ ഹല്ലേലൂയ ആമേൻ പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രാപിക്കുവാൻ ആമേൻ കർത്താവേ, ഹല്ലേലൂയ. പ്രതികൂലങ്ങളിൽ, പ്രശ്നങ്ങളിൽ, വേദനകളിലായിരിക്കുന്നവർ ആമേൻ ഹല്ലേലൂയ ദീർഘനാളുകൾ കൊണ്ട് ഉടഞ്ഞു പോയതിനെ പണിയുവാൻ കഴിയാതിരിക്കുന്നത് ആമേൻ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവിൻ്റെ ക്രിയയാൽ ആമേൻ ഈ ഉപവാസ പ്രാർത്ഥനകളുടെ നടുവിൽ അങ്ങയുടെ ആത്മാവ് ഇറങ്ങി ക്രിയ ചെയ്യുന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വചനം ഹല്ലേലൂയ ഞങ്ങൾക്ക് ഒരുപോലെ കർത്താവേ അങ്ങയുടെ ആത്മാവിനാൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ആമേൻ ഹല്ലേലൂയ സംസാരിക്കുന്ന വചനത്തിൻ്റെ പ്രവൃത്തി ആമേൻ ജീവിതങ്ങളിൽ അനുഭവിച്ചറിയുവാൻ അങ്ങ് കൃപ ചെയ്യണമേ. ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുന്നത് പോലെ എൻ്റെ യേശു ഞങ്ങളെ പഠിപ്പിച്ചു, ഓ എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. യേശുവേ, അങ്ങ് പിരിഞ്ഞ് ഞങ്ങൾക്ക് ഒന്നുമേ ചെയ്യാൻ കഴിയില്ല കർത്താവ്. ആമേൻ ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവിനോട് ചേർന്ന് ആമേൻ ഹല്ലേലൂയ പകൽക്കാലം ഞങ്ങൾ ആമേൻ താഴ്ത്തി അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങളുടെ പിതാവിന്. ആമേൻ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ പകൽക്കാലം ദൈവമക്കളോട് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ, ദൈവവചനം പങ്കുവയ്ക്കാൻ ദൈവം നമുക്കൊരുക്കിയ ഒരു വലിയ ഭാഗ്യമാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്നലത്തെ ദിവസം കണ്ട എത്രയോ പേർക്ക് ഇന്നത്തെ ദിവസം കാണാൻ പറ്റാതെ പോയി. അവരാരേലും വിചാരിച്ചോ ഇന്നത്തെ ദിവസം ഞാൻ ഉണ്ടാകത്തില്ലെന്ന്? ആരുമേ വിചാരിച്ചില്ല. എല്ലാവർക്കും ഒത്തിരി പ്ലാൻ ഉണ്ടായിരുന്നു, ഒരുപാട് സങ്കല്പങ്ങളുണ്ടായിരുന്നു. നാളെ ഞാൻ ഓർക്ക എണീറ്റ് ഇത് ചെയ്യും, അത് ചെയ്യും, ഇങ്ങനെ പോവും, അങ്ങനെ പോവും, ഒരുപാട് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാ പ്ലാനും പൊളിഞ്ഞു പോയി. ആമേൻ. നമ്മുടെ ആരുടെയും ആമേൻ മിടുക്കുകൊണ്ടോ നമ്മുടെ ആരുടെയും സാമർഥ്യം കൊണ്ടോ അല്ല നമ്മൾ ഇന്നത്തെ പകൽക്കാലം ഉറക്കമെണീറ്റ് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് വരാൻ കഴിഞ്ഞത്. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ ദാനം മാത്രമാണ്. ഹല്ലേലൂയ. ദൈവം നമുക്ക് ഈ ദിവസത്തെ ദാനം തന്നതുകൊണ്ട് നമ്മൾ ദൈവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഇന്നത്തെ ദിവസം ദൈവം നമുക്ക് ദാനം തന്നത് നമുക്ക് വേണ്ടി ജീവിക്കാനല്ല, നമ്മുടെ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ദൈവ ഇഷ്ടം നമ്മൾ ചെയ്യാനാണ് ദൈവം നമ്മളെ ഇന്നത്തെ ദിവസം തന്ന് നമ്മളെ വേർതിരിച്ചത്. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ നാമം ആമേൻ ഈ പകൽക്കാലം മഹത്വപ്പെടട്ടെ. ആമേൻ. നിങ്ങളോടൊപ്പം ഹല്ലേലൂയ ദൈവവചനം സംസാരിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. പരിശുദ്ധാത്മാവ് എന്താണോ നിങ്ങളോട് സംസാരിക്കാൻ, നിങ്ങളോട് പറയാൻ എനിക്ക് തന്നത് അത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കും. നമ്മൾ എന്നിട്ട് ഒരുമിച്ച് ആ വചനപ്രകാരം ദൈവത്തെ ആരാധിക്കും. ഹല്ലേലൂയ. ആ വചനത്തിൽ ആമേൻ എന്താണോ എന്നോട് ദൈവം സംസാരിച്ചത്, ഹല്ലേലൂയ, ഓരോരുത്തരും
ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് വീട്ടിൽ എന്തെല്ലാം ജോലി ഉണ്ടായിരുന്നു, അതെല്ലാം മാറ്റിവെച്ച് നിങ്ങൾ കർത്താവിൻ്റെ ആലയത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം ഈ 1-2 മണിക്കൂർ നമ്മൾ വെറുതെ കളയാനല്ല, ആമേൻ, ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് ഏതോ ഒരു ദൈവിക പ്ലാനിനെ നിറവേറ്റാനാണ്. ഹല്ലേലൂയ. അത് നമ്മുടെ ജീവിതത്തിൽ അത് നടക്കണം. ഇപ്പോൾ പലരുടെയും ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ദൈവവചനം കേൾക്കുമ്പോൾ അത് തങ്ങളിലേക്ക് പോകാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ തടയുന്നത് പിശാചാണ്. അവനാണ് നമ്മുടെ ശത്രു. പക്ഷേ അതെന്താണ്, നമ്മൾ മറ്റുള്ളവരിലേക്ക് അപ്പം ചിന്തിക്കും, ഓ ഇന്ന വ്യക്തിക്കാണ് ഈ വചനത്തിൽ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിലുള്ളത്, അതുകൊണ്ട് അവരിലേക്ക് നമ്മൾ ആ വചനത്തെ അങ്ങ് പറഞ്ഞുവിടും. ഇത് ഭയങ്കര ഒരു തോൽവിയാണ്. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ തോറ്റുപോകും. നമ്മളിവിടെ വന്നത് വ്യർത്ഥമായി പോകും. പക്ഷേ ഇല്ല, കർത്താവേ, പരിശുദ്ധാത്മാവേ, നിനക്ക് എന്നോട് എന്താ സംസാരിക്കാനുള്ളത്, അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ആരെയും എനിക്കറിയത്തില്ല. ഒരേ ഒരു സിസ്റ്റർ മാത്രമാണ് ഞങ്ങളുടെ ചർച്ചിൽ പ്രെയറിന് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാതെ വേറെ ആരെയും എനിക്കറിയത്തില്ല. അതുകൊണ്ട് സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നിങ്ങൾ ആഗ്രഹത്തോടെ ഇരിക്കണം, കർത്താവേ, പരിശുദ്ധാത്മാവിന് എന്നോട് എന്താ പറയാനുള്ളത്. ഹല്ലേലൂയ. അത് ആമേൻ, ആ വചനത്തിലൂടെ ഞാൻ സ്വീകരിക്കുന്നു. ഇത് എന്നോടാ പറയുന്ന ഈ വചനം. ഹല്ലേലൂയ. ആരും അറിയത്തില്ല. ഹല്ലേലൂയ. നിങ്ങളും പരിശുദ്ധാത്മാവും തമ്മിൽ സംസാരിക്കുന്നത് വേറെ ആരും അറിയത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വസിച്ച് നമുക്ക് എന്ത് കാര്യവും പറയാനുള്ള ഒരേ ഒരാളെന്ന് പറഞ്ഞാൽ വിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. എന്തും പറയാം. ഹല്ലേലൂയ. ആ കർത്താവ്, ആമേൻ, ഹല്ലേലൂയ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നൊരാളോടത് പറയത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമേ, ഈ സഹോദരിയിൽ കൂടെ പരിശുദ്ധാത്മാവ് എന്താണ് സംസാരിക്കുന്നത്, അത് എന്നോട് എന്താ പറയാൻ ആഗ്രഹിക്കുന്നത്, അത് ഞാൻ എടുക്കും. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ എന്താണോ ദൈവം തരാൻ ആഗ്രഹിച്ച് തരുന്നത്, അതിനെ ഞാൻ സ്വീകരിക്കും. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ആയിരിക്കണം നമ്മൾ ഇന്ന് പകൽക്കാലം ദൈവാലയത്തിൽ ആയിരിക്കുവാൻ. ഹല്ലേലൂയ. ആമേൻ. നമ്മളെ മുഴുവനായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. ഇന്നത്തെ ആമേൻ ചിന്തയ്ക്ക് ആധാരമായി ആമേൻ നമുക്ക് വേദപുസ്തകത്തിൽ നിന്നൊരു വചനത്തെ വായിക്കാം. 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം. 1 പേതുരു 5-ാമത് അധികാരം 8-ാമത് വചനം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ എന്താണ് വായിച്ചത്? നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്നറിയാതെ അലറി ചുറ്റി സഞ്ചരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ പ്രതിയോഗി, ശത്രു നമുക്കുണ്ടെന്ന് അർത്ഥം ഈ വചനപ്രകാരം. ഇതാരും ഇത് വേറെ ആരോ പറഞ്ഞതല്ല, യേശുവിൻ്റെ ശിഷ്യനായ പത്രോസാണ് ഇത് പറഞ്ഞത്. ഹല്ലേലൂയ. പറയുകയാണ്, നിങ്ങൾക്കൊരു പ്രതിയോഗിയുണ്ട്, നിങ്ങൾക്കൊരു ശത്രുവുണ്ട്, അത് പിശാചാണ്. ഈ പിശാച് വെറുതെ ഇരിക്കത്തില്ല, ഇതിങ്ങനെ ചുറ്റി 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 സഞ്ചരിക്കും. ചുറ്റി 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 സഞ്ചരിക്കും. സഞ്ചരിക്കുന്ന എന്തിനാണ്? നമ്മൾ വെറുതെ ഒന്ന് വന്ന് കണ്ടിട്ട് പോകാനല്ല, എങ്ങനെ ഈ വ്യക്തിയെ വിഴുങ്ങാം എന്ന് വക തേടി നടക്കുകയാണ്. കാരണം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്, ഈ വ്യക്തിയെ എങ്ങനെ വിഴുങ്ങാം. ഹല്ലേലൂയ. ഇപ്പം നമ്മൾ അറിയാതെ ആത്മമണ്ഡലത്തിൽ നടക്കുന്ന ഒരു ക്രിയയാണിത്. നമുക്കറിയത്തില്ല എന്താ നടക്കുന്നതെന്ന്. ആമേൻ. ദൈവത്തിൻ്റെ മക്കളായ ഓരോരുത്തരും പിശാചിൻ്റെ രാജ്യത്തിൽ നിന്ന് ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് വന്നവരാണ്. അപ്പോൾ പിശാചിൻ്റെ രാജ്യത്തിൽ നിന്ന് ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് വന്നതുകൊണ്ട് ആ പിശാച് നമ്മുടെ ശത്രുവാണ്. അപ്പം ആ ശത്രു എപ്പോഴും വക തേടുന്നത് തിരിച്ച് അവൻ്റെ രാജ്യത്തിലേക്ക് നമ്മളെ എങ്ങനെ കൊണ്ടുപോകാം. ഇതിനാണ് പോരാട്ടം. ഇതാണ് യഥാർത്ഥ പോരാട്ടം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഇന്ന് പകൽക്കാലം ദൈവജനം ഏതൊക്കെ കാര്യത്തിൽ ജാഗ്രതയുള്ളവരായിരിക്കണം, അതിന് വേദപുസ്തകം എച്ചരിക്ക തരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ചില കാര്യങ്ങളാണ് നിങ്ങളോട് സംസാരിക്കാൻ ദൈവാത്മാവ് എനിക്ക് തന്നിട്ടുള്ളത്. ഏതേത് കാര്യത്തിൽ നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം എന്ന് വെച്ചാൽ, നിങ്ങളുടെ തമിഴ് ഭാഷയിൽ പറഞ്ഞാൽ എന്താണ്? എച്ചരിക്ക. അതാണ് കറക്റ്റ് വാക്ക്. അപ്പോൾ ഏതേത് കാര്യത്തിൽ നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം, ഈ വിധ കാര്യമാണ് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് എനിക്ക് സംസാരിക്കാനായിട്ട് തന്നിട്ടുള്ളത്. അപ്പം ഞാനൊരു വലിയ പ്രസംഗം നടത്തി പോകുന്നതിനേക്കാൾ
പരിശുദ്ധാത്മാവ് എനിക്ക് ഇടപെട്ടത് നിങ്ങളെ ഒരു ടീച്ചിങ് മെത്തേഡിൽ കൊണ്ടുപോയി ദൈവത്തിൽ നിന്ന് ഇങ്ങനെ ഗ്യാപ്പ് വന്നവരൊക്കെ ഇങ്ങനെ ചേരണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി നിങ്ങൾ ഇപ്പം മനസ്സിലായി കാണും എന്താന്ന് അല്ലേ? ദൈവത്തോട് ഇങ്ങനെ ചേർന്നിരുന്ന മക്കൾ ഏതോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ഗ്യാപ്പ് വന്നു, അകലം വന്നു. ഇവിടെ നിങ്ങളെ ചേർത്ത് വയ്ക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ആ പ്രവൃത്തിയാ പരിശുദ്ധാത്മാവ് ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ആ പ്രവൃത്തിക്ക് വേണ്ടിയുള്ള ദൈവവചന തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ വായിച്ചത്, നമ്മൾ ആദ്യമായിട്ട് എച്ചരിക്കയായി ജാഗ്രതയോടെ ഇരിക്കേണ്ടത് നമുക്കൊരു ശത്രു ഉള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്നതിൽ ശത്രു ഇല്ലാത്ത ആരൊക്കെ ഉണ്ട്? ആരും കര ഉയർത്തണ്ട, എൻ്റെ ആവശ്യമില്ല. ചിന്തിച്ചെന്ന് നിങ്ങൾക്ക് മനുഷ്യ ശത്രു ഇല്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യമുള്ളവരാ. എനിക്ക് ഒരു മനുഷ്യരുമായിട്ട് യാതൊരു ശത്രുതയില്ല എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യമുള്ളവരാ. പക്ഷേ നമുക്കൊരു ശത്രു ഉണ്ട്. അത് മനുഷ്യരല്ല, അത് പിശാചാണ്. ഹല്ലേലൂയ. ആ പിശാച് നമ്മൾ എങ്ങനെ വിഴുങ്ങാമെന്ന് വക തേടി ചുറ്റി നടക്കുകയാണ്. ഇതിങ്ങനെ ചുറ്റി നടക്കുന്നത് കൊണ്ട് നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. അതിൻ്റെ വായ്ക്കകത്ത് നമ്മൾ പോയി വീണ് കൊടുക്കരുത്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ വായിച്ചത്? അങ്ങനെ ഉണർന്നിരുന്നില്ല എങ്കിൽ, ശത്രു എനിക്ക് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഉണർന്നിരുന്നില്ല എങ്കിൽ അത് എന്നെ എന്തു ചെയ്യും? വിഴുങ്ങിക്കളയും, എടുത്ത് വിഴുങ്ങിക്കളയും. ഹല്ലേലൂയ. സമയമില്ല, അതിന് ഒട്ടും സമയമില്ല. ഇല്ല, എടുത്ത് വിഴുങ്ങാനായിട്ട് കൊച്ചു പിള്ളേരെ നമ്മൾ നോക്കിയാൽ അറിയാം. അവരെന്താണ്, 2 വയസ്സ് 1.5 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ കഴിക്കാൻ കൊടുത്താൽ അത് എന്ത് ചെയ്യുന്ന, അത് കടിക്കാനുള്ള സമയം എടുക്കത്തില്ല. അത് പെട്ടെന്ന് എടുത്തങ്ങ് വിഴുങ്ങും. നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിയുന്നതിനകം അത് വിഴുങ്ങിയിരിക്കും. ഇതാണ് പിശാചും. അവൻ ഒത്തിരി സമയമൊന്നും വേണ്ട, അവൻ നാളുകളായി നമ്മുടെ പുറകെ ഇങ്ങനെ ചുറ്റി നടക്കുക. എങ്ങനെ ഈ ദൈവ പൈതനെ വിഴുങ്ങാം? അങ്ങനെ ഒരു വകയുണ്ടാക്കണം. ആ വക ഉണ്ടാക്കാൻ വേണ്ടി ഈ ചുറ്റൽ നടന്നത് നമുക്കറിയത്തില്ല. നമുക്കിത് ആത്മാവായതുകൊണ്ട്, പിശാച് ആത്മാവാ, ഇത് ആത്മാവായതുകൊണ്ട് നമ്മൾ അറിഞ്ഞില്ല ഇത് ചുറ്റി നടക്കുന്ന കഥയെന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എടുത്തങ്ങ് വിഴുങ്ങും. അത് സ്പോട്ടിൽ സംഭവിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്, നിങ്ങൾക്കൊരു ശത്രുവുണ്ട്, അത് പിശാചാണ്. അവൻ അലറുന്ന സിംഹം എന്ന പോലെ ചുറ്റുന്നവനാണ്. അവൻ ഒരു കാരണം, ഒരു വകയുണ്ടാക്കാൻ നടക്കുന്നവനാണ്. അങ്ങനെ ഒരു വകയുണ്ടാക്കി എടുത്താൽ അവൻ നമ്മളെ വിഴുങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഇന്ന് പകൽക്കാലം എന്താണ് ഈ വക? ഏതാണ് ഈ കാരണം? പിശാച് ഉണ്ടാക്കുന്ന കാരണം. ഇനി ഒരു പക്ഷേ ഈ വചനം കേട്ട് കഴിയുമ്പോഴായിരിക്കും നമുക്കൊരു ബോധ്യം വരുന്നത്, അയ്യോ എന്നെയും അവൻ വിഴുങ്ങി. നമ്മൾ ചിന്തിക്കണം, അയ്യോ അവരെ വിഴുങ്ങി എന്നല്ല. ഈ വചനം കേൾക്കുമ്പോൾ നമ്മളെയാണത് വിഴുങ്ങി വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ ഓർത്തോണം, അയ്യോ എന്നെയാണ് വിഴുങ്ങി. അപ്പം ഏത് വിധേനയും ഞാൻ പുറത്തു വന്നേ പറ്റൂ. ഹല്ലേലൂയ. അതിനെ അവൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഹല്ലേലൂയ ഇന്ന് അവൻ സഹായിക്കട്ടെ. അവൻ അതിനായിട്ട് അവൻ ഒരു വചനം നമുക്ക് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ആ ആ ആ ആ ആ ആ ആ ആ കണ്ടോ? മതി. ഇവിടെ ശ്രദ്ധിക്കാം. നിങ്ങളിൽ ഒരു ചെറിയ മനുഷ്യന് നിങ്ങൾ ഇടർച്ച വരുത്തിയാൽ, ഇടറുതലായിരുന്നാൽ, യേശു പഠിപ്പിക്കുകയാണ്, ആ മനുഷ്യൻ്റെ കഴുത്തിൽ എന്തോന്ന് കെട്ടണം? തമിഴിൽ പറഞ്ഞ് പുരിയല്ല. യന്ത്രക്കൽ. മലയാളത്തിൽ എന്താണ്? തിരികല്ല്. നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞാൽ നമുക്കാർക്കും മനസ്സിലാവത്തില്ല. എന്താ?
പഴയ കാലത്ത് മാവ് പൊടിക്കുന്ന ഒരു സാധനം അത്. നമ്മളുടെ ഇന്നത്തെ കാലത്ത് ആട്ടുകല്ല് അല്ലേ, ആട്ടുകല്ല് നമ്മളിങ്ങനെ ആട്ടുന്ന പോലെ ഒരു യന്ത്രം മാവ് പൊടിക്കുന്നതിന്, അരി പൊടിക്കുന്നതിന് ഉണ്ടായിരുന്നു, മാവ് ഉണ്ടാക്കാൻ. ആ ഒരു സാധനത്തിനെയാണ് യന്ത്രക്കല്ലെന്ന് പറയുന്നത്. ഈ യന്ത്രക്കല്ല് കഴുത്തിൽ കെട്ടിയിട്ട് ആഴക്കടലിൽ കൊണ്ടുപോയി താഴ്ത്തി കളയണം. ഇതാരാ പറയുന്നേ? പറഞ്ഞേ, ഇതാരാ പറയുന്നേ? യേശു. നിങ്ങൾ എന്നെ കണ്ട് പേടിക്കല്ല്. പേടിക്കാതെ ഇരുന്നാലേ പരിശുദ്ധാത്മാവും തമ്മിൽ ചേരാൻ പറ്റുള്ളൂ. എന്നാലേ ഇന്ന് കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിച്ചത് മുഴുവനും അങ്ങനെയാണ്. എന്താണ്? ഒരു എഴിപ്പുന്ന ഒരു അനുഭവം, കെട്ടിപ്പണിയുന്ന ഒരു അനുഭവം ഉണ്ടാവണം. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവും ചേർന്ന് നിന്നാലേ കാര്യം നടക്കൂ. ഹല്ലേലൂയ. അപ്പം നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവും എന്നിലിരിക്കുന്ന പരിശുദ്ധാത്മാവും ഒരേ പ്രവൃത്തിക്ക് വേണ്ടി ആഗ്രഹിക്കും. ഹല്ലേലൂയ. പക്ഷെ നമ്മളെ വിട്ടുകൊടുക്കാതിരുന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് പേടിക്കരുത് ആരും. ഒരു പുതിയ ആൾ വന്നിരിക്കുന്നു, അങ്ങനെയല്ല. നമ്മളൊക്കെയും ജീവപുസ്തകത്തിൽ പേരെഴുതിയപ്പോഴേ ഒരു നാട്ടിൽ പോകാൻ വേണ്ടി ഒരുങ്ങുന്നവരാ. ഹല്ലേലൂയ. ആമേൻ. അപ്പം ഇവിടെ എന്താ പറയുന്നത്? ഇടറുതൽ ഒരു ചെറിയ മനുഷ്യന് നമ്മൾ ഉണ്ടാക്കിയാലും നമ്മൾ എങ്ങോട്ട് കൊണ്ടിടാനാ പറഞ്ഞ യേശു? കടലിനകത്ത്. അപ്പം യേശുവിന് എത്ര കോപം ഉണ്ടാക്കുന്ന കാര്യമാണ് അത്. ദൈവത്തിന് മറ്റു മനുഷ്യർക്ക് നമ്മൾ ഇടർച്ച ഉണ്ടാക്കുന്നത് നമ്മൾ എന്താണ്? ശത്രുവാകുന്ന പിശാചിൻ്റെ വായ്ക്കകത്ത് അകപ്പെടുന്ന തന്ത്രമാണ് അവൻ്റെ. ഹല്ലേലൂയ. ഒരുമിച്ച് ആരാധിക്കാൻ വരുന്നവർ, ഒരു കുടുംബത്തിൽ ജീവിക്കുന്നവർ അല്ലേ, ആമേൻ, ഒരു ഭാര്യയും ഒരു ഭർത്താവും, ഒരു അമ്മയും അപ്പനും മക്കളും ഇങ്ങനെ ഐക്യമായി നിൽക്കാൻ കഴിയാതെ പരസ്പര ഇടർച്ചയുണ്ടാക്കി അവരെ സമാധാനത്തെ നശിപ്പിച്ച് പ്രശ്നത്തിന് അടിമയായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഒരു സഹോദരനെയോ ഒരു സഹോദരിയെയോ ആർക്കാണ് ഇടർച്ച ഉണ്ടാക്കുന്നത്? ആ ഇടർച്ച ഉണ്ടാക്കിയ വ്യക്തിയെ എന്താണ്? കടലിൽ കൊണ്ടിടണം. അത് ചുമ്മാതെ കൊണ്ടുപോയി എറിയുകയല്ല, ആ കഴുത്തിലൊരു ഭാരം കൂടെ കെട്ടി എങ്ങിട്ട് കൊടുക്കണം. എൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? എന്തുകൊണ്ടാ അത്രയും വെയിറ്റുള്ള ഒരു സാധനം കഴുത്തി കെട്ടാൻ പറഞ്ഞ യേശു? ആ സിസ്റ്റർക്ക് മനസ്സിലായി എന്താണ്? ഒരു പക്ഷേ അങ്ങനെ ഇട്ടില്ല എങ്കിൽ തിരിച്ചു എഴുന്നേറ്റ് വരാൻ സാധ്യത ഉണ്ട്. വീണ്ടും ആ മനുഷ്യന് ഇടർച്ച ഉണ്ടാക്കാൻ ഈ വ്യക്തി എഴുന്നേറ്റ് വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാ വെയിറ്റ് നമ്മുടെ ശരീരത്തിൽ കെട്ടിയിട്ടാൽ വെള്ളത്തിൻ്റെ ആഴത്തിലേക്ക് അങ്ങ് താന്നു പൊക്കോളും. അപ്പോൾ കർത്താവ് എന്താ പറയുന്നത്? ഒരു മനുഷ്യന്, ഒരു സഹോദരന്, ഒരു സഹോദരിക്ക് നമ്മൾ ഇടർച്ച ഉണ്ടാക്കുന്ന ഒരു ചെറിയ കാര്യം പോലും നമ്മളെ എന്താണ്? പിശാച് വിഴുങ്ങുന്ന കാര്യമാണ്. ഹല്ലേലൂയ. പക്ഷെ നമുക്കറിയത്തില്ല, ഇത് മാസങ്ങളായി നാളുകളായി നമ്മളെ ചുറ്റുന്ന കഥ. നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? അവരെന്നെ എങ്ങനെ പറഞ്ഞു, ഇവനെന്നെ എങ്ങനെ പറഞ്ഞ്, ഇവരെന്നെ എങ്ങനെ കാണിച്ച്, അതങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ദൈവ പൈതൻ്റെ ചുറ്റും ഇവനിങ്ങനെ ഉലാത്തിക്കൊണ്ട് നടക്കുകയാണ്. എവിടെ വക കിട്ടും. അപ്പോഴാണ് നമ്മൾ ഈ ആത്മാവിനെ അറിയാതെ ഇന്നൊരു വ്യക്തിക്ക് ഇടർച്ച ഉണ്ടാക്കുന്ന കഥ പറയുന്നത്. ഉടനെ എന്ത് ചെയ്യും? അത് വന്ന് നമ്മളെ പിടിച്ച് അതിൻ്റെ വായ്ക്കകത്തോട്ട് അങ്ങ് വിഴുങ്ങി അങ്ങ് വയ്ക്കും. ഹല്ലേലൂയ. ഇപ്പം ഇടർച്ച വന്ന ആൾക്കാണോ പ്രശ്നം? ഇടർച്ച വരുത്തിയ ആൾക്കാണോ പ്രശ്നം? ചിന്തിച്ചു നോക്കിയേ. വരുത്തിയ ആൾക്കാണ് പ്രശ്നം. ഇടർച്ച വരേണ്ടത് ആവശ്യം. ഒന്നുകിൽ ആ വ്യക്തി കുറച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യം ഉണ്ടായിരിക്കും, ഒരു അപമാനം കേൾക്കേണ്ട ആവശ്യം ഉണ്ടായിരിക്കും. പക്ഷേ അവർ രക്ഷപ്പെട്ടു പോവും. പക്ഷെ ഈ പറഞ്ഞില്ലേ, ഈ ചെയ്തില്ലേ, ഇങ്ങനെ വിചാരിച്ചില്ലേ, ഇങ്ങനെ കൂട്ടം കൂടിയില്ലേ, ഇവർക്കാണ് പ്രശ്നം. ഇവരാണ് പിശാചിൻ്റെ വായ്ക്കത്ത് പോയത്. ഹല്ലേലൂയ. ഇങ്ങനെയാണ് പിശാച് നമ്മളെ വഞ്ചിക്കുന്നത്. അപ്പോൾ ജാഗ്രതയില്ലെങ്കിൽ, അയ്യോ ഞാനൊരു ദൈവ പൈതലാണ്, എൻ്റെ ചുറ്റും ഇങ്ങനെപ്പെട്ട ആത്മാക്കൾ എന്നെ എങ്ങനെ വിഴുങ്ങാമെന്ന് പറഞ്ഞ് ചുറ്റി നടക്കുകയാണ്, അതുകൊണ്ട് അവനെടുത്ത് വിഴുങ്ങുന്ന തരത്തിൽ മറ്റൊരാൾക്ക് ഇടർച്ചയുള്ളൊരു ജീവിതം നയിക്കാതെ ഞാൻ എന്നെ സൂക്ഷിക്കണം.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇല്ലെങ്കിൽ പിശാച് നമ്മളെ വഞ്ചിക്കും. ഓക്കെ, ആമേൻ. അടുത്ത കാര്യത്തിലോട്ട് നമുക്ക് വരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. വെളിപ്പാട് പുസ്തകം വെളിപ്പെടുത്തൽ 3:2. പോതും. അപ്പോൾ ഇവിടെ നോക്കണേ, ഇവിടെ നമ്മൾ വായിച്ച സഭ എന്ന് പറയുന്നത് ഏതാണ്? സർദീസിലെ സഭ. ഈ സഭയുടെ പേരെന്താ? ECC സഭ. ഫുൾ ഫോം എന്താണ്? ഓക്കെ, ഇവാഞ്ചലിക്കൽ ക്രൈസ്റ്റ് ചർച്ച്. ഓക്കെ, വെരി ഗുഡ്. അപ്പം ഈ നമ്മൾ വായിച്ച സഭ ഏതാണെന്നറിയാമോ? സർദീസിലെ സഭയാണ്. സർദീസിലെ സഭ. അപ്പൊ സർദീസിലെ സഭയുടെ കുഴപ്പം എന്താണ്? പിശാച് അവരെ വിഴുങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. എങ്ങനെ കൊണ്ടുപോകുകയാണ്? മരണത്തിലേക്ക് അവരെ കൊണ്ടുപോകാൻ പോകുകയാണ്. ചാവാറായ ശേഷിപ്പിനെ ശക്തീകരിക്കണം. തമിഴൊന്നുകൂടെ വായിച്ചേ. നീ ചാകും എന്ന് ഉറപ്പ് വരുത്തപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് നീ ഉണർന്നിരിക്കണം. ഹല്ലേലൂയ. ഇനി വായിക്കണ്ട, ഇനി എല്ലാവരും എന്നെ നോക്കണം. ഹല്ലേലൂയ. അപ്പം മരിക്കാൻ പോകുകയാണ്, ചാകാൻ പോകുകയാണ്. എങ്ങനെ ചാകാൻ പോകുകയാണ്? നമ്മുടെ ആത്മാവ് മരിക്കാൻ പോകുകയാണ്. അപ്പൊ സ്വർഗരാജ്യത്തിലേക്ക് പോകുന്നത് ഈ ജഡശരീരമാണോ? അല്ല, ആത്മാവാണ്. ഇപ്പൊ ആത്മാവ് മരിക്കാറായിരിക്കുക, ചാകാറായി. പക്ഷേ നിന്നെ എങ്ങനെയായി നിന്റെ ആത്മാവിനെ കൊല്ലുന്നത്? ചാകാൻ വെക്കുന്ന കാര്യത്തെ നീ തിരിച്ചറിഞ്ഞ് നീ എന്ത് ചെയ്യണം? ഉണർന്നിരിക്കണം. ഇത് ഒരു എച്ചരിക്ക. ഹല്ലേലൂയ. അവൻ ഏത് കാര്യത്തിലാണ് ചാകാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നത്? എൻ്റെ താഴോട്ട് വായിച്ച സിസ്റ്റർ. കണ്ടോ, നിന്റെ പ്രവർത്തികൾ ദൈവത്തിൻ്റെ മുന്നിൽ പൂർണ്ണതയുള്ളതായി ഞാൻ കണ്ടില്ല. എന്നെ ശ്രദ്ധിക്കുക. ഞാൻ ഒരിക്കലും പരിശുദ്ധാത്മാവ് തരാത്ത ഞാൻ പറയത്തില്ല. നിങ്ങൾക്കെല്ലാം ആശീർവാദം എന്ന് പറഞ്ഞിട്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല. ഞാൻ ഇവിടെ വന്നപ്പോൾ കർത്താവിൻ്റെ വചനം ഇവിടെ ഇരിക്കണം. കർത്തരാൽ ആശീർവദിക്കപ്പെട്ടവരേ. അർത്ഥം എന്താണ്? ഈ ആലയത്തിൽ വരുന്നവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ആമേൻ. പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ ചില പ്രോസസ് ഉണ്ട്. ചുമ്മാതെ നമ്മൾ വന്ന് ഇവിടെ ഇരുന്ന് കൊടുത്തെന്ന് പറഞ്ഞ് കർത്തരാൽ അനുഗ്രഹം വരില്ല. ഹല്ലേലൂയ. അതിനൊരു വഴിയുണ്ട്. ആ വഴിയെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ഈ വഴിയെ പോയാൽ നിശ്ചയമായിട്ടും ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾക്കൊരു അനുഗ്രഹം കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ശരിയായ വഴി തിരഞ്ഞെടുക്കണം. ഹല്ലേലൂയ, ആമേൻ. ഞാൻ പറയുന്നത് എല്ലാം ഒരാളുടെ ലൈഫിൽ ഉണ്ടായിരിക്കണമെന്നില്ല. ഉണ്ടെങ്കിൽ നമ്മളത് സ്വീകരിക്കണം. ഇല്ലെങ്കിൽ എന്താണ്? നമുക്കുള്ളതിനെ പിടിക്കണം. അത്രയാണ്. ഇത് എൻ്റെ കാര്യമാണ്. എൻ്റെ ദൈവം ഞാനിത് മാറ്റി ശരിയാവണമെന്ന് ആഗ്രഹിക്കുന്നു. മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. വേറൊരു കാര്യത്തെ ആലോചിക്കേണ്ട. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ചാവാറായ ശേഷിപ്പ് അല്ലെങ്കിൽ മരിക്കാൻ പോകുക, ആത്മാവ് മരിക്കാൻ പോകുക. അപ്പോൾ എങ്ങനെ മരിക്കുന്നു? അതാ ഇവിടെ വായിച്ചേ. നിന്റെ പ്രവൃത്തി, നിന്റെ ക്രിയ എൻ്റെ ദൈവത്തിൻ്റെ മുന്നിൽ പൂർണ്ണതയില്ല, കുറവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ നോക്കട്ടെ പ്രിയ ദൈവമക്കളെ, നമ്മൾ ദൈവമക്കളാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നതിലോ ദൈവത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുന്നതിലോ പൂർണ്ണതയുണ്ടോ? അതോ പകുതി ലോകത്തിനും പകുതി ദൈവത്തിനുമാണോ നമ്മൾ ജീവിക്കുന്നത്? ഇന്നത്തെ ക്രിസ്തീയ ജീവിതം എല്ലാം അങ്ങനെയാണല്ലേ. 99% പകുതി ലോകത്തിനും പകുതി ദൈവത്തിനും. എന്നിട്ട് ദൈവത്തിൻ്റെ അടുത്ത് പറയും, ദൈവമേ ഞാൻ ലോകത്തല്ലേ ദൈവമേ ജീവിക്കുന്നേ അല്ലേ? നമ്മളെല്ലാവരും ദൈവത്തോട് പറയുന്ന എക്സ്ക്യൂസ് അതാ, ഞാൻ ലോകത്തല്ലേ ജീവിക്കുന്നത്, അതുകൊണ്ട് എന്താണ് എനിക്ക് ഇങ്ങനെ പറ്റൂ. ഹല്ലേലൂയ. ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും നിങ്ങൾ ലോകക്കാരെ പോലെ അല്ലാത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുമെന്ന് യേശു പഠിപ്പിച്ചു. ഹല്ലേലൂയ. അപ്പം നമ്മൾ പറയുന്നത് എന്താ? അയ്യോ, ലോകത്ത് ജീവിക്കുന്നതുകൊണ്ട് പകുതി ലോകവും പകുതി ദൈവമായിട്ട് പോയാലേ കാര്യം നടക്കൂ. പക്ഷെ അങ്ങനെയൊക്കെ ഒരു കാര്യം നടക്കൂല.
ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് കർത്തരാൽ ആശീർവദിക്കപ്പെട്ടവരായി, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി നമ്മൾ മാറണമെങ്കിൽ ആമേൻ ഹല്ലേലൂയ ദൈവം പറയുന്ന വഴിക്ക് നമ്മൾ പോകണം. ഹല്ലേലൂയ. പക്ഷേ അയ്യോ ഞാൻ ലോകത്തിലാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് പകുതി ലോകത്തിൻ്റെ കാര്യങ്ങൾ ചെയ്തു പോയില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് നമ്മൾ പറയുന്നെങ്കിൽ, ചിന്തിക്കുന്നെങ്കിൽ അത് ശുദ്ധ അബദ്ധമാണ്, തെറ്റാണ്. ഹല്ലേലൂയ. ദൈവം നമ്മളെ അതിനു വേണ്ടിയല്ല കണ്ടത്. ഹല്ലേലൂയ. ഇവിടെ പറയുക നിന്റെ പ്രവൃത്തി പൂർണ്ണതയില്ല. പ്രീതി മക്കളെ, നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ ആമേൻ എബ്രായർക്ക് എഴുതിയ ലേഖനം 3 എടുക്കണ്ട, ഞാൻ പറയാം, 3 അധ്യായം 2 വാക്യം നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് മോശെ എന്ന ദൈവപുരുഷൻ ദൈവഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതായത് അവൻ്റെ പ്രവൃത്തി ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ളതായി വന്നു. ഹല്ലേലൂയ. 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 ആമേൻ. വെറുതെയല്ല മോശ അനുഗ്രഹിക്കപ്പെട്ടത്. ഹല്ലേലൂയ. മോശ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തെ മുഖാമുഖമായി കണ്ട ആളാ മോശ. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്, എന്താണ് ദൈവം എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തെ ആരെങ്കിലും മുഖാമുഖമായി കണ്ടോ? ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും? ഇല്ല. ഏതെങ്കിലും സ്വപ്നത്തിലോ അങ്ങനെ എന്തെങ്കിലും ചെറിയ. പക്ഷേ മോശയെക്കുറിച്ച് ദൈവം പറയുന്നു, മോശയെ പോലെ മുഖാമുഖമായി സംസാരിച്ച വേറൊരു വ്യക്തി വേറെ ഇല്ല. മോശയും ദൈവവും മുഖാമുഖം സംസാരിച്ച ആൾക്കാരാണ്. അപ്പം എന്തുകൊണ്ടാ ദൈവത്തിനെ കാണാൻ പറ്റിയത് മോശയ്ക്ക്? ഹല്ലേലൂയ. അവൻ്റെ സ്വഭാവം എന്തായിരുന്നു? അവൻ്റെ പ്രവൃത്തി എന്തായിരുന്നു? ദൈവഗ്രഹത്തിലൊക്കെയും അവൻ വിശ്വസ്തനായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ എവിടെയും അവൻ മിസ്റ്റേക്ക് വരാതെ ദൈവ കാര്യങ്ങളെല്ലാം കറക്റ്റാ ചെയ്തു. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ കുഴപ്പം എന്താണ്? എല്ലാ കാര്യവും കൃത്യമായി ചെയ്യും, പക്ഷെ ദൈവ കാര്യം മാത്രം കൃത്യമായിട്ട് ചെയ്യൂല. ബാക്കിയെല്ലാം നമ്മൾ ചെയ്യും. അനേക ദൈവജനത്തിൻ്റെ ഇടയിൽ നടക്കുന്ന കാര്യം ഇതാ, അവരെല്ലാ കാര്യവും കൃത്യമായി ചെയ്യും, പക്ഷെ ദൈവിക കാര്യങ്ങൾ കൃത്യമായി ചെയ്യത്തില്ല. ഇത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ്, നമ്മളെ വിഴുങ്ങാനുള്ള വക തേടുകയാണ്. പക്ഷേ മോശയുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും പരാതി പറയാറുണ്ട്, ദൈവമേ നീ എന്താ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാത്ത, ദൈവമേ നീ എന്താ എൻ്റെ കഷ്ടം കാണാത്തത്, ദൈവമേ നീ എന്താണ് ഇങ്ങനെ, ദൈവമേ നീ എന്താണ് അങ്ങനെ. ഇങ്ങനെയൊക്കെ ദൈവത്തിനടുത്ത് ചോദിക്കുന്നവരുണ്ട്. നിങ്ങൾ ചോദിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, ചോദിക്കുന്നവരുണ്ട്. പക്ഷേ മോശയെക്കുറിച്ച് തൻ്റെ സഹോദരിയും സഹോദരനും മിരിയാമും അഹരോനും മോശയെക്കുറിച്ച് സംസാരിക്കുക. എന്താണ്? ഇവൻ്റെ അടുത്ത് മാത്രമേ ദൈവം സംസാരിക്കുകയുള്ളൂ, നമ്മളടുത്ത് ആരടുത്ത് സംസാരിക്കത്തില്ലേ? ഇവൻ ഒരു കൂശ്യ സ്ത്രീയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ ഭയങ്കര സംസാരം നടത്തി മോശയ്ക്ക് വിരോധമായി. പക്ഷെ സംസാരിച്ചപ്പോൾ അടുത്ത വചനത്തിൽ എഴുതിയിരിക്കുന്നു, യഹോവ അത് കേട്ടു. ഹല്ലേലൂയ. ആമേൻ. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. യഹോവ അത് കേട്ടു. ഏത് കേട്ടു? മോശയ്ക്ക് വിരോധമായി സംസാരിച്ചത് കേട്ടു. ഹല്ലേലൂയ. 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 ആമേൻ. പക്ഷേ നമുക്ക് വിരോധമായി ആരെങ്കിലും സംസാരിക്കുമ്പോൾ ദൈവം പ്രതികരിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവഗ്രഹത്തിൽ വിശ്വസ്തരാണെന്ന് അർത്ഥം. നിങ്ങൾക്ക് വിരോധമായി ഒരാൾ സംസാരിക്കുമ്പോൾ, നിങ്ങൾക്ക് വിരോധമായ ഒരു വ്യക്തി പ്രവർത്തിക്കുമ്പോൾ, നിങ്ങൾക്ക് വിരോധമായ ഒരു വ്യക്തി അവമാനമായി എഴുന്നേൽക്കുമ്പോൾ, നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് വിധിക്കപ്പെടുമ്പോൾ, അത് കേട്ടിട്ട് അത് കണ്ടിട്ട് യഹോവ നമുക്ക് വേണ്ടി എഴുന്നേറ്റിട്ടുണ്ടോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ മോശയെക്കുറിച്ച് പറയുന്നു, ഇവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട്. ആമേൻ. എന്താണോ മോശ അറിഞ്ഞില്ല, പാവം. നമ്മളിങ്ങനെയാണല്ലേ, ചില സമയം നമ്മളെക്കുറിച്ച് സംസാരിക്കുന്ന കഥയൊന്നും നമ്മൾ അറിയത്തില്ല, പക്ഷേ ആരറിയുന്നു? ദൈവം അറിയുന്നു. ഹല്ലേലൂയ. മോശ അറിഞ്ഞില്ല, പക്ഷെ ദൈവം അറിഞ്ഞു. ആമേൻ. യഹോവ എഴുന്നേറ്റ് ആമേൻ തനിക്ക് വിരോധമായി സംസാരിച്ചവർക്ക് ചില ശിക്ഷാ നടപടികൾ കൊടുക്കുന്നു.
പ്രിയ മക്കളെ, നമ്മളും ദൈവഗ്രഹത്തിൽ, ദൈവിക കാര്യങ്ങളിൽ, ദൈവ വിഷയങ്ങളിൽ ആമേൻ നമ്മൾ വിശ്വസ്തരായിരുന്നാൽ, നമ്മൾ ഉണ്മയുള്ളവരായിരുന്നാൽ ആമേൻ നമ്മൾക്ക് വിരോധമായി വരുന്നതിനെ എല്ലാം ദൈവം തടുത്തു നിർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന പിശാച് വക തേടി നടക്കുന്നത് എന്താണ്? നമ്മൾ ആമേൻ വിശ്വസ്തരായിരിക്കരുത്. ഏത് കാര്യത്തിൽ? ദൈവകാര്യത്തിൽ. ദൈവകാര്യത്തിൽ വിശ്വസ്തരായിരിക്കരുത്. പ്രവൃത്തി നല്ലതായിരിക്കരുത്. ഹല്ലേലൂയ. ഇവിടെ എന്താ വായിച്ചത്? നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയില്ല, കുറവ്. ഹല്ലേലൂയ. കുറവുള്ളതായിട്ട് കണ്ടു. ഹല്ലേലൂയ. കുറവുള്ളതായിട്ട് കണ്ടു. അപ്പം അതുകൊണ്ട് എന്തു ചെയ്യുക? നീ മടങ്ങി വരണം, നീ മാനസാന്തരപ്പെടണം. ഇല്ലെങ്കിൽ നിന്റെ നിലവിളക്കിന് ഞാൻ എടുത്തോ മാറ്റും. ഹല്ലേലൂയ, ആമേൻ. പ്രിയ മക്കളെ, നമ്മളെല്ലാവരും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്നവരാ. പക്ഷേ തിരിച്ചു നമ്മളെ ഇരുട്ടിലേക്ക് കൊണ്ടുപോകാനാണ് പിശാച് പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മൾ തിരിച്ചറിയാതെ, നമ്മുടെ പ്രവൃത്തി നന്നാക്കാതെ നമ്മൾ നമ്മുടെ ജീവിതം തുടരുന്നെങ്കിൽ ആമേൻ നമ്മൾ അറിയത്തില്ല. ആമേൻ ഒരു ദിവസം നമ്മുടെ വിളക്ക് കെട്ടുപോകും, നമ്മളെ നിലവിളക്കിനെ എടുത്തു കൊണ്ടുപോകും. ആമേൻ നമ്മൾ വലിയ കഷ്ടതയിലായി പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവകാര്യത്തിൽ നിങ്ങൾക്ക് എന്താണോ ഏൽപ്പിച്ചിരിക്കുന്നത്, നിങ്ങൾ എന്തിനു വേണ്ടിയാണോ വിളിച്ചത്, ദൈവകാര്യങ്ങളിൽ, ദൈവിക വിഷയങ്ങളിൽ ആമേൻ നമ്മൾ വിശ്വസ്തതയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ആമേൻ ഇവിടെ വായിച്ചു കേട്ടതുപോലെ സർദീസ് സഭയിൽ പ്രശ്നമുണ്ടായതുപോലെ ആമേൻ നമ്മുടെ ജീവിതത്തിനകത്തും ആമേൻ പ്രതികൂലങ്ങൾ സൃഷ്ടിക്കപ്പെടും. ആമേൻ. അതുകൊണ്ട് ആമേൻ ഒരു ആത്മമരണം നമ്മുടെ മുന്നിലുള്ളത് കൊണ്ട് നമ്മൾ എന്തായി മാറണം? ജാഗ്രതയുള്ളവരായി മാറണം. ഹല്ലേലൂയ. ജാഗ്രതയുള്ളവരായി മാറണം. എച്ചരിക്കை തരികയാണ്. ഹല്ലേലൂയ. നമ്മൾ എന്താണ് നന്നായിട്ട് പാടി ആരാധിച്ച് സ്തുതിച്ച് ആമേൻ നമ്മൾ പള്ളിയിൽ വരുമ്പോൾ മാത്രമാണ് നമ്മളൊരു ആത്മീയത നയിക്കുന്നതെങ്കിൽ ഒരു കാര്യമില്ല. കാരണം ഈ പാസ്റ്ററിനെ ബോധ്യപ്പെടുത്തിയിട്ട് ഒരു കാര്യവും ഇല്ല. കാരണം എന്താണ്? നമ്മുടെ യഥാർത്ഥ ജീവിതം അറിയുന്ന ആളാരാ? ദൈവമാണ്. യഥാർത്ഥ ജീവിതം ദൈവത്തിൻ്റെ മുന്നേ ഇരിക്കുന്ന തുറന്ന പുസ്തകമാണ്. ഹല്ലേലൂയ. അവിടെ മറച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും രാത്രി പകൽ നമ്മൾ ദൈവത്തിന് വിശ്വസ്തമായിരിക്കണം. നമ്മുടെ പ്രവൃത്തി ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ളതായിരിക്കണം. അതൊരു കുറവ് വരാൻ പാടില്ല. ഹല്ലേലൂയ. അങ്ങനെ ഇരുന്നാൽ തന്നെ ആമേൻ നമുക്ക് വേണ്ടി ദൈവം എഴുന്നേറ്റ് സംസാരിക്കുകയുള്ളൂ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ആമേൻ നമ്മളെ ആത്മമരണത്തിലേക്ക്, നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്യുന്ന ആമേൻ പിശാചാകുന്ന പ്രതിയോഗിയുടെ വായിൽ നിന്ന് ആമേൻ അകപ്പെടാതെ നമ്മൾ രക്ഷപ്പെട്ട് പുറത്തു വരത്തുള്ളൂ. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ആ പിശാച് നമ്മളെ വഞ്ചിക്കും. അതിന് നമ്മൾ ഒരിക്കലും കാരണമായി മാറരുത്. നമ്മുടെ എന്താണ് അകത്തിരിക്കുന്ന ആത്മ മനുഷ്യൻ ഒരിക്കലും മരിക്കാൻ പാടില്ല. ആവിക്കുரிய മനുഷ്യൻ ഒരിക്കലും മരിക്കാൻ പാടില്ല. ഹല്ലേലൂയ. കാരണം ആ മനുഷ്യനാണ് സ്വർഗരാജ്യത്തിലേക്ക് പോകുന്നത്. ഈ ജഡത്തെ നമ്മളിവിടെ ഉരിഞ്ഞു കളയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് ആമേൻ നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ, ആമേൻ. അടുത്ത കാര്യം വായിച്ച് എന്തുകൊണ്ടാണ് നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കേണ്ടത്? ഹല്ലേലൂയ, ആമേൻ. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 40-ാം വാക്യം. ആ ആ ആ ആ ഹല്ലേലൂയ, 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 ആമേൻ. ഇപ്പോൾ ഈ പ്രാർത്ഥന ഇതാണ്. എന്താണ്? വിഴിത്തിരുന്ന് ജപം പണ്ണണം, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചില്ല എങ്കിൽ ശിഷ്യനാന്ന് പോലും യേശു നോക്കിയില്ല. ശിഷ്യൻ പ്രാർത്ഥിച്ചില്ലെങ്കിലും എന്തു വരും? ശോധന. നിങ്ങൾ ശോധനയിൽ ഉൾപ്പെടും, പെട്ടുപോകും അതിനകത്ത്. യേശു പത്രോസിനോട് പറയും, യേശു ഭയങ്കരമായിട്ട് സ്നേഹിച്ച 3 ശിഷ്യന്മാരുണ്ടായിരുന്നു. ആരൊക്കെയാണ്? പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ഇവർ 3 പേരും എപ്പോഴും യേശു കൊണ്ടു നടക്കുന്ന ആൾക്കാരാ, അല്ലേ?
നമ്മുടെ ചർച്ചിലൊക്കെ ആണെങ്കിൽ അടി നടക്കും. എപ്പോഴും പാസ്റ്റർ ആരെങ്കിലും കൊണ്ടു കിടക്കുന്നെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാവും. അയ്യോ, ഇന്നവരെ തന്നെ എപ്പോഴും കൊണ്ടുപോകുന്നു, ഇന്നവരെ തന്നെ അവരുമായിട്ടാണ് ഭയങ്കര കൂട്ട്, നമ്മളുമായിട്ടൊരു കൂട്ടില്ല. ഇങ്ങനെയാണ് പാസ്റ്ററിൻ്റെ കൂട്ട്, ഇങ്ങനെയാണ് അവിടുത്തെ സെക്രട്ടറിയുടെ കൂട്ട്, ഇങ്ങനെയാണ് മറ്റവരുടെ കൂട്ട്, ഖജാൻജി ഇങ്ങനെയാണ്. പ്രശ്നം എന്താണ്? യേശു പോലും തൻ്റെ 12 യേശുവിന് 500 ശിഷ്യന്മാരുണ്ടായിരുന്നതായിട്ട് കൊരിന്ത്യർ ലേഖനത്തിൽ പഠിക്കുന്നു. യേശുവിന് 70 ശിഷ്യന്മാരുണ്ടായിരുന്നതായിട്ട് ലൂക്കോസിൽ നമ്മൾ പഠിക്കുന്നു. യേശുവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നത് മത്തായിയിൽ നമ്മൾ പഠിക്കുന്നു. ഇനി യേശുവിന് ഈ 12 പേരിൽ നിന്നും പ്രിയപ്പെട്ടതായിട്ട് 3 ശിഷ്യന്മാരെയും കൂടെ വെച്ചിരുന്നു എപ്പോഴും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആണ് നമ്മൾ പിണങ്ങേണ്ട കാര്യമില്ല. ആരെ വേണോ വെച്ചിരിക്കട്ടെ. ഇപ്പം നമ്മളെ എന്താ ഏൽപ്പിച്ചത്? നമ്മുടെ ഡ്യൂട്ടി എന്താ അത് നമ്മൾ ചെയ്യുക. ഇപ്പം യേശു പ്രിയപ്പെട്ടതായിട്ട് കൊണ്ടു നടന്ന തൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു പത്രോസ്. പത്രോസിൻ്റെയോട് ഈ 3 പേരോടെ പറഞ്ഞിട്ട് പോയി, ഞാൻ അപ്പുറത്ത് കുറച്ച് നേരം മാറിയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് വരുന്നത്, നിങ്ങളെല്ലാവരും ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. ഇങ്ങനെയാണ് പാസ്റ്റർ ചില സമയം നമ്മോട് പറഞ്ഞു വിടും അല്ലേ, നിങ്ങൾ ഇത്ര സമയം ഇങ്ങനെ പ്രാർത്ഥന, ഇങ്ങനെ സമയം ഇങ്ങനെ പ്രാർത്ഥന, ഇതൊക്കെ നമ്മൾ പറഞ്ഞു വിടും. പക്ഷെ നമ്മളെന്താണ്, എത്രത്തോളം അതിനകത്ത് ഉണർന്നിരിക്കുന്നു, വീഴ്ത്തിരിക്കുന്നു എന്ന് നമ്മൾ അവരവർ ചിന്തിക്കുക. ഹല്ലേലൂയ, ആമേൻ. ഇവിടെ എന്താ, യേശു ഇതുപോലെ പറഞ്ഞു. യേശു പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയി. യേശു നൊന്ത് കലങ്ങി കണ്ണീർ വിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ച് ഇനി വന്ന് ശിഷ്യന്മാരെ നോക്കിയപ്പോൾ എല്ലാവരും 3 പേരും ഉറക്കം. 2 വട്ടം യേശു വിലക്കിട്ട് പോയി. 3-ാം വട്ടം വന്നു. ആദ്യത്തെ വട്ടം പറയുക, പൊന്നു പത്രോസേ, എന്നാണ് നീ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചോ? നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ പ്രതിയോഗി വരാൻ പോകുകയാ, നിങ്ങൾ ശത്രു വരാൻ പോകുകയാ, നിങ്ങൾ അതിനകത്ത് അകപ്പെടും, നിങ്ങളുടെ ശോധനയിൽ നിങ്ങൾ ഉൾപ്പെടും. അതുകൊണ്ട് ഉണർന്ന് പ്രാർത്ഥിക്ക് പറഞ്ഞിട്ട് പോയി. ഇവരനുസരിച്ചില്ല. ഇവർക്ക് ഉറക്കം സഹിക്കാൻ വയ്യ. നമ്മൾ അങ്ങനെയാണ് പല വിശ്വാസത്തിലും പറയാറുണ്ട്. എന്താണ്, പാസ്റ്റർക്ക് അറിയത്തില്ലേ ഞാൻ ഉറക്കം വരുമെന്ന്? പാതിരാത്രിയാണോ പ്രാർത്ഥിക്കാൻ പറയുന്നത്? അല്ലേ, ചില ചർച്ചിലൊക്കെ ഉണ്ട് പാതിരാത്രി ജപം, അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ട്. മുഴുരാത്രി പ്രാർത്ഥന, മുഴുരാത്രിയും പ്രാർത്ഥിക്കുന്നത് മാസത്തിലൊരിക്കലൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ എന്താണ്, അപ്പോൾ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ദേഷ്യം പോലെയാണ്. പക്ഷേ ഇവിടെ യേശു പറഞ്ഞു, നിങ്ങൾക്ക് ശോധന വരും, നിങ്ങൾ പ്രാർത്ഥിക്ക് പറഞ്ഞിട്ട് പോയി. 3-ാം വട്ടം ഇവർ ഉറങ്ങി. യേശു എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് പരീക്ഷ വരും. പത്രോസിൻ്റെ ജീവിതത്തിൽ ഇപ്പം യേശു പത്രോസിനോട് ചോദിക്കുക, പത്രോസേ, ഇവരുറങ്ങിക്കോട്ടെ, യാക്കോബ് യോഹന്നാനും ഉറങ്ങിക്കോട്ടെ, പക്ഷെ നിനക്കെങ്കിലും 1 മണി നേരമെങ്കിലും എൻ്റെ കൂടെ ഒന്നിരുന്നൂടായിരുന്നോ? ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന പ്രിയ ദൈവമക്കളെ, അനേകരും ഉറങ്ങിക്കോട്ടെ, ഹല്ലേലൂയ, യേശുവിനെ സ്നേഹിക്കുന്ന നിങ്ങൾക്കെങ്കിലും 1 മണിക്കൂർ മാറ്റിവെച്ച് പ്രാർത്ഥിച്ചുകൂടെ? ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ച് നോക്കിയേ പ്രിയ ദൈവമക്കളെ. ഒത്തിരി പേര് ഉറങ്ങട്ടെ, സാരമില്ല. പക്ഷേ യേശു ചോദിക്കുന്നു, ഞാൻ സ്നേഹിക്കുന്ന മക്കളെ, നിങ്ങൾക്കെങ്കിലും 1 മണി നേരം എനിക്ക് വേണ്ടി ഒന്ന് മാറ്റി വെച്ചൂടെ? ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിക്കുക പ്രിയ ദൈവമക്കളെ, യേശു ആരാ? ദൈവമാ. ഹല്ലേലൂയ. പക്ഷേ തൻ്റെ ശിഷ്യന്മാരോട്, താൻ ശരീരത്തിൽ ജീവിക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് അങ്ങനെ ചോദിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മളെ കൊണ്ടും ദൈവം ഇത് ആഗ്രഹിക്കുന്നു, എൻ്റെ മക്കൾ പ്രാർത്ഥിക്കണം, ഉണർന്ന് പ്രാർത്ഥിക്കണം. കാരണം എന്താണ്, അവർക്കൊരു ശത്രുവുണ്ട്. ഹല്ലേലൂയ. അവർക്കൊരു ശോധനയുണ്ട്. ഈ പത്രോസ് ഉറങ്ങി ആശ്വസിച്ചല്ലോ. പത്രോസിൻ്റെ ജീവിതത്തിൽ എന്ത് ശോധനയാണ് വന്നേ? പേതുരുവിൻ്റെ ജീവിതത്തിൽ എന്ത് പരിശോധനയാണ് വന്നത്? യേശുവിനെ പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ വാളെടുത്ത് പടയാളിയുടെ കാതിനെ വെട്ടി അങ്ങ് മാറ്റി. തലയെ വെട്ടിയതായിരുന്നു, മാറിപ്പോയി, കാത് വെട്ടിയെടുത്തു. പക്ഷെ യേശു ആ കാതിനെ എടുത്ത് ഒട്ടിച്ചു. മൽക്കീസിൻ്റെ കാത് എടുത്ത് ഒട്ടിച്ചു കൊടുത്തിട്ട് സുഖമാക്കി വിട്ടു. എന്നിട്ട് തിരിഞ്ഞ് യേശു ശിഷ്യനായ പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. യേശുവിന് അറിയാമായിരുന്നു തൻ്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഇതുപോലൊരു ശോധന വരാൻ പോകുന്നു. ഇവർ പ്രാർത്ഥനയിൽ ഉറ്റിരുന്നില്ലെങ്കിൽ ഇവർ ജഡത്തിൽ പ്രവർത്തിക്കും, മാംസത്തിൻ ക്രിയകൾ വെളിപ്പെടും. ഹല്ലേലൂയ,
ഹല്ലേലൂയ. അപ്പം നമ്മളോട് പ്രാർത്ഥിച്ച് ഉണർന്നിരിക്കാൻ, വിഴുത്തിരിക്കാൻ ദൈവം എങ്ങനെയെല്ലാം പറയുന്നു അത് നമ്മൾ ചെയ്യാതെ പോയാൽ നാളെ നമുക്ക് ശോധന വരും, പരീക്ഷ വരും, നമ്മൾ അതിലകപ്പെടും. നമ്മൾ ജഡത്തിൽ പ്രവർത്തിക്കും, നമ്മുടെ നാവ് അരുതാത്തത് സംസാരിക്കാൻ വയ്ക്കും, നമ്മുടെ കൈ വേണ്ടാത്തത് പ്രവർത്തിക്കാൻ വയ്ക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. വഴക്ക് കൂടാൻ വയ്ക്കും, പ്രശ്നങ്ങളാകും. ആമേൻ. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികൂലങ്ങൾ സൃഷ്ടിക്കും. ഹല്ലേലൂയ. എന്തുകൊണ്ടാ? ആമേൻ. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ പോലും ഈ പ്രതിസന്ധി കടന്നു വന്നു. അതാ വേദപുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഇന്ന് യേശു കർത്താവിനെ പിൻപറ്റുന്ന ദൈവ പൈതലേ, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ ഉണർന്നിരിക്കേണ്ട സമയത്ത് ഉണർന്നിരുന്നില്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിൽ ശോധന വരും. പാപത്തിൻ്റെ പ്രലോഭനം വരും. എന്താണ്? നമ്മൾ പ്രതികരിക്കാൻ, വഴക്ക്, പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള പ്രലോഭനം വരും. ഇതെല്ലാം വരുമ്പോൾ നമ്മൾ അതിൻ്റെ മുന്നേ വീണു കൊടുക്കും. പിശാച് നമ്മളെ എടുത്ത് ഉപയോഗിക്കും. അവസാനം നമ്മൾ എന്തു പറയുന്നറിയാമോ? മറ്റു പലരെയും നമ്മൾ പരാതി പറയും. അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, ഇവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, അല്ലെങ്കിൽ അവർ മുഖാന്തരം ഞാൻ ഇങ്ങനെ ചെയ്യാൻ കാരണം, അയ്യോ ഇവരിങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ചെയ്യാൻ കാരണം. പത്രോസിന് എന്തെല്ലാം റീസൺ ഉണ്ടായിരുന്നു പറയാൻ. പത്രോസിന് പറഞ്ഞു, എൻ്റെ യേശുവിനെ പിടിക്കാൻ വന്നോണ്ടാണ് ഞാൻ വെട്ടിയത്. അല്ലേ? നല്ല ഒരു കാരണമല്ലേ അത്? പക്ഷേ യേശു പറഞ്ഞു, നിനക്ക് ഇങ്ങനെ വരുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞു നീ പ്രാർത്ഥിക്കുക, ഉണർന്നിരുന്നത്. ഇപ്പം ദാ ഈ സഭയിൽ 3 ദിവസം ഉപവാസ പ്രാർത്ഥന വെച്ചിരിക്കുകയാണ്. പ്രിയ മക്കളെ, നിങ്ങൾ ഇവിടെ സന്തോഷത്തോടെ വന്നിരിക്കുകയാണ്. പക്ഷേ ഇവിടെ വരേണ്ടി എത്രയോ പേരിനി ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ഉണർന്ന് പ്രാർത്ഥിക്കേണ്ടിയ സമയം. ആമേൻ, ഹല്ലേലൂയ. വേസ്റ്റാക്കി കളയുന്നു, വേസ്റ്റാക്കി. പക്ഷേ പിന്നെ ഒരു സമയം അവർ ചിന്തിക്കും, അയ്യോ പിന്നെ പ്രാർത്ഥനയോട് പ്രാർത്ഥനയായിരിക്കും, പിന്നെ ആരാധന മുടക്കാതെ ഓടും. പക്ഷെ യേശു പറയുന്നു, അത് നടക്കാതിരിക്കാൻ വേണ്ടിയ കുഞ്ഞെ നീ നേരത്തെ ഉണർന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആമേൻ, ഹല്ലേലൂയ, നമ്മൾ ആമേൻ പരീക്ഷയെ ജയിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ ജാഗ്രതയോടെ ഇരിക്കണം, എച്ചരിക്കയായിരിക്കണമെന്ന് ആമേൻ ദൈവം പറഞ്ഞ കാര്യത്തിൽ നമ്മൾ ഇരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ആമേൻ നാളെ പിശാച് നമ്മളെ വഞ്ചിക്കും. അവൻ വഞ്ചിച്ച് നമ്മളെ ജഡത്തിൽ പ്രവർത്തിക്കാൻ വയ്ക്കും. മാംസത്തിന് ക്രിയകൾ നമ്മുടെ വാഴ്ക്കയിൽ കൊണ്ടുവരും. ആമേൻ. അങ്ങനെയായ നമ്മൾ ആർക്കടിമയാണ്? പിശാചിന് അടിമയാണ്. അതുകൊണ്ട് നമ്മൾ എന്താണ്? ഉണർവോടെ ഇരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ വായിക്കാം. ആമേൻ, ഹല്ലേലൂയ. ഇനിയും വേദപുസ്തകത്തിൽ നമ്മളെ ആമേൻ എന്താണ് പഠിപ്പിക്കുന്നത്? 2 ശമൂവേലിൻ്റെ പുസ്തകം ആമേൻ 11-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കാം. 2 ശമൂവേൽ 11:1-2. അയ്യോ, ഇനി എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം, എച്ചരിക്കയായി ജാഗ്രതയോടെ ഇരിക്കണമെന്ന് പറയുന്ന കാര്യത്തിൽ ആ സ്ഥാനത്ത് ജാഗ്രതയില്ലെങ്കിൽ ഏത് വിധപ്പെട്ട പാപത്തിലാണ് പോയി അകപ്പെടുന്നത്. ആമേൻ. പിശാച് വക തേടി നടക്കുകയാണ്. ഇപ്പം നമ്മൾ വായിച്ചത് ആരെക്കുറിച്ചാ? ദാവീദിനെ കുറിച്ചാ. വളരെ ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കുക. ഇപ്പം ദാവീദ് 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇസ്രായേലിന്റെ മുഴുവൻ യുദ്ധത്തിന് പറഞ്ഞു വിട്ടു. ഇപ്പം ഇസ്രായേലിലെ മുഴുവൻ പടയാളികളെ യുദ്ധത്തിന് വിട്ടു. പക്ഷെ ദാവീദ് എവിടെ ഇരുന്നു? ഇസ്രായേൽ തന്നെ ഇരുന്നു. പക്ഷെ ആദ്യം പോകേണ്ട ആളാരാ? ഈ രാജാവാ. ഇവൻ ആദ്യം പോകേണ്ടിയത്, പക്ഷെ പോയില്ല. അവൻ അവിടെ ഇരുന്നു. കാരണം എന്താണ്? അവൻ ജാഗ്രതയില്ലാത്തവനായിരുന്നത് കൊണ്ട് അവൻ അലസത കടന്നു വന്നു. സോംബേറിത്തനം എന്ന് തമിഴിൽ പറയും. സോംബേറി ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഈ വാക്ക് ഞാൻ നന്നായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ കൂടെ തമിഴ് മക്കൾ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഈ വാക്ക്? സാർ എപ്പോഴും പറയുന്നൊരു വാക്കാണിത്, സോംബേറി. ഇത് തന്നെ ഞാൻ ഇവിടെ ഇപ്പം പറയാൻ പോകുന്നത്. എവിടെ സോംബേറി ആയാൽ, എവിടെ അലസനായാൽ നമുക്ക് പ്രശ്നം വരും. ഹല്ലേലൂയ. ദാവീദ് പോകേണ്ട സ്ഥാനത്ത് താൻ മുൻപന്തിയിൽ നിന്ന് പോകാതെ ബാക്കി എല്ലാവരും വിട്ടിട്ട് താൻ അവിടെ ഇരുന്നു. 2-ാമത്തെ വചനത്തിൽ പറയുന്നു, അങ്ങനെ അവൻ ഇരിക്കും. അവന് സോംബേറിയാണ്, അലസത വന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ പഠിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ? ഇത് എന്തോ ഒരു നേരം പോകുന്നുമില്ല, ഇവിടെ എന്താണ് ഒരു രസമില്ല,
അല്ലേ? പഠിക്കുന്നവർ മാത്രമൊന്നുമല്ല, അല്ലാത്തവർക്കും അങ്ങനെ സുഖേടുണ്ട്. എന്താണ്? നേരം പോകുന്നില്ല. എല്ലാവർക്കും 24 മണിക്കൂർ തന്നെ ഉണ്ട്. വേറെ കൂടുതലായിട്ട് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇല്ല. നേരം പോകുന്നില്ല. നേരം പോകാത്തത് കൊണ്ട് വേറെ പലതും ചെയ്യും. ഒന്ന് ഈ ടി വിയുടെ മുന്നേ പോയിരിക്കും, നടന് നടി ആടി കളിക്കുന്നത് കുറച്ച് കാണും. ആളാരാ? ദൈവ പൈതലാണ്. ഇരിക്കുന്ന എന്തിനാ? നേരം പോകത്തോണ്ട്. നേരം പോക്കാനാണ് ഇരിക്കുന്നത്, സമയം പോണില്ല. വൈകുന്നേരമായ അവരെല്ലാം അഭിനയിച്ച് കൂട്ടിയ സീരിയലിനകത്തോട്ട് പോയിരിക്കും. പിന്നെ ഒരു സീരിയൽ തീരും, അതിൻ്റെ ബാക്കി കാണാൻ അടുത്ത ആഴ്ച അതേപോലെ ഇരിക്കും. അന്ന് ചിലപ്പോൾ ആരാധന ഉള്ള ദിവസമായിരിക്കും, വരില്ല. കാരണം എന്തെന്നറിയാമോ? ഇതിൻ്റെ ബാക്കി എന്തായെന്ന് കാണണം. ഇങ്ങനെ എന്താണ്? നേരം പോക്കാൻ വേണ്ടി ഇരിക്കും. ഇതേ സെയിം തന്നെയാണ് ദാവീദിന് സംഭവിച്ചത്. നേരം ഇരുന്നു, യുദ്ധത്തിന് വേണ്ടിയ സമയത്ത് അവിടെ കയറി ഇരുന്നപ്പോൾ എന്താണ്? നേരം പോകുന്നില്ല. നേരം പോക്കാൻ വേണ്ടി എന്താണ്? ടെറസിൻ്റെ മേളിൽ മെത്തയിന്ന് എഴുന്നേറ്റ് ഉലാത്തിക്കൊണ്ടേയിരുന്നു, നടന്നുകൊണ്ടിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ചില ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ഊര് തണ്ടുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? എന്താണ്? വീട്ടിൽ ഇരിക്കില്ല. വീട്ടിൽ ഭാര്യ കാണും, മക്കൾ കാണും, അമ്മയപ്പൻ കാണും, എല്ലാവരും അവിടെ വീട്ടിൽ ഉണ്ട്. പക്ഷെ അവർ കൂടെ ഒന്നും ഇരിക്കുന്ന അവർക്ക് ഇൻട്രസ്റ്റ് അല്ല, അല്ലേ? ചില മക്കളൊക്കെ അങ്ങനെ ഉണ്ട്, ഇൻട്രസ്റ്റ് ഇല്ല, ഊര് ചുറ്റണം. അവിടെ റോഡിൻ്റെ വക്കത്ത് പോയിരുന്നാൽ അവർക്ക് നേരം പോകും. അങ്ങനെ പെട്ട ആൾക്കാരുണ്ട്. പക്ഷെ എന്താണ്? ഇവിടെ എന്താണ്? മെത്തയിൽ ഇരുന്നിരുന്ന് തളർന്നു, എഴുന്നേറ്റ് ഉലാത്തി നടക്കാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു. അപ്പുറത്തെ വീട്ടിലെ സ്ത്രീ കുളിക്കുന്നതും കണ്ടു. അതോടെ എന്താണ്? എല്ലാ ലെവലും അങ്ങ് തെറ്റി. ഇതുപോലെയാണ് ദൈവത്തെ ആരാധിക്കേണ്ട സമയത്ത്, ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട സമയത്ത്, ദൈവവചനം ധ്യാനിക്കേണ്ട സമയത്ത് ഇതൊന്നും ചെയ്യാതെ നേരം പോകുന്നില്ല എന്ന് പറഞ്ഞും കൊണ്ട് പല പല പാപപ്രവൃത്തികളിലേക്ക് നേരം പോകാൻ വേണ്ടി പോയി അകപ്പെടുന്ന സോംബേറി. അവസാനം എന്താ സംഭവിച്ചേ? കൊലപാതകിയായിട്ട് മാറി. ഒരു കൊലപാതകം ചെയ്ത് കൊലപാതകനായിട്ട് മാറി. ഊരിയാവിനെ കൊന്നുകളഞ്ഞു. എത്ര ക്രൂര പാപം ചെയ്യേണ്ടി വന്നെന്നറിയാമോ? തുടക്കം എന്തായിരുന്നു? ഞങ്ങളൊരിടത്ത് മീറ്റിങ്ങിന് പോയപ്പോൾ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. പോയപ്പോൾ നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. പോയപ്പോൾ ഒരു സഹോദരൻ, എന്നെക്കാളും ഒത്തിരി വയസ്സ് കുറവുള്ള ഒരു തമ്പി, ഒരു അനുജൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ചേച്ചി എനിക്കൊരു നിമിഷം ഒന്ന് സംസാരിക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്ന ആളല്ലേ, അപ്പോൾ ഇതോ പറയാനായിട്ട് പ്രാർത്ഥന വിഷയം പറയാൻ വന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വല്ലാത്തൊരു പാവ കുരുക്കിനകത്ത് അകപ്പെട്ട് കിടക്കുകയാണ്. അപ്പം ഞാൻ മോനോട് ചോദിച്ചു, എന്താണ് നിൻ്റെ പ്രശ്നം? അപ്പം പറഞ്ഞു, അത് ഞാൻ എൻ്റെ വീട്ടിനടുത്ത് ഒരു വ്യഭിചാരം ചെയ്ത് ജീവിക്കുന്നൊരു സ്ത്രീയുണ്ട്. അപ്പം ആ സ്ത്രീയെ ശരിയാക്കാനായിട്ട് പോയി. ഇതാളാരാണ്? ദൈവപുത്രൻ, ദൈവമകൻ. ശരിയാക്കാൻ വേണ്ടി പോയി. അങ്ങനെ ശരിയാക്കാൻ വേണ്ടി പോയി അവസാനം എന്തായി? ആ പിശാച് ഇവനെ കയറി അങ്ങ് പിടിച്ചിട്ട് എന്തായി? എന്ത് കാര്യത്തെ ശരിയാക്കാൻ പോയോ അതേ പ്രവൃത്തി വ്യക്തി ചെയ്യേണ്ടി വന്നു. ഇപ്പം പാപിയായി. ഇപ്പം ദൈവത്തിൻ്റെ മുഖത്ത് നോക്കാൻ പറ്റാതെ, ഒരു പ്രാർത്ഥനയിൽ പോയി ഇരിക്കാൻ പറ്റാതെ ആൾ കഷ്ടപ്പെടുന്നു. ഇനി എന്ത് ചെയ്യും, ഏത് ചെയ്യും? അങ്ങനെ തിരിച്ചായാലും അങ്ങനെയാണ്. നമ്മളെന്താണ്? ഒരു മദ്യപാനത്തിൽ നിന്ന് മാറ്റാൻ പോകുമ്പോൾ അവസാനം നമ്മളെന്താണ്? അവരുമായിട്ട് അവസാനം വല്ല പാവക്കുരുക്കിലും ചെന്ന് വീഴാനായിട്ട് പാടില്ല. ഇന്ന് അനേകർ എന്താണ്? തങ്ങളെ കൺട്രോൾ ചെയ്ത് നിർത്താൻ കഴിയാതെ, തങ്ങളുടെ ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ കഴിയാതെ എന്താണ്? അതെന്താണോ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ആ പിശാചിൻ്റെ വലയിൽ തന്നെ പോയി വീഴുന്നു. അതുപോലെ എന്താണ്? ഈ മനുഷ്യൻ സോംബേറി ആയത് നിമിത്തം താൻ എന്ത് ചെയ്തു? കൊലപാതക കുറ്റം ചെയ്യേണ്ടി വന്നു. പ്രിയ മക്കളെ, 10 കൽപ്പനയിൽ 7 കൽപ്പന ദാവീദ് ലംഘിച്ചു, ഒരൊറ്റ കാര്യം ചെയ്തതുകൊണ്ട്. എന്ത് കാര്യം? മര്യാദയ്ക്ക് ഇസ്രായേലിനെ മുഴുവനും യുദ്ധത്തിന് വിട്ടപ്പോൾ കൂടെ പോകേണ്ടതായിരുന്നു. നമ്മളെ ആൾക്കാരങ്ങനെയാണ്, നീ പള്ളിയിൽ പോ, ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ആൾക്കാരൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ചർച്ചിൽ ആര് വന്നാലും പറയും കുടുംബമായിട്ട് വരാൻ പറയും. ഭാര്യയും ഭർത്താവും മക്കളുമായിട്ട് വരാൻ വിളിക്കും.
കാരണം അവരെന്തെങ്കിലും പ്രശ്നത്തിലായിരിക്കും പ്രാർത്ഥിക്കാൻ വരുന്നത്. അപ്പോൾ എന്തു വേണം? ഭാര്യയ്ക്ക് മാത്രം പ്രശ്നം പരിഹരിച്ച് കിട്ടിയാൽ മതിയോ? അല്ലേ? തൻ്റെ ജീവിത പങ്കാളിയും തൻ്റെ മക്കളും എല്ലാവർക്കും പ്രശ്നം പരിഹരിക്കണം. അപ്പോൾ എന്താണ്? മറ്റത് അങ്ങനെയല്ല. നീ പോ, ഞാൻ ഇവിടെ ഇരിക്കാം. മക്കൾ പറയും അമ്മ പോ, പപ്പ പോ, നമ്മൾ ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരിക്കുന്ന എന്തിനാണ്? അലസത, സോംബേറിത്തനം. ഈ സോംബേറിത്തനം വലിയ പാപത്തിലേക്ക് കൊണ്ടുപോകും. ദൈവത്തെ വിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെ ചേർന്നിരുന്നവർ അകലം വന്നു, വിട്ടുപോയി. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ പുറമേ ഒരു ലേബലുണ്ട്, ക്രിസ്ത്യാനി, ദൈവജനം, ദൈവ പൈതൽ. പക്ഷെ അകമേ എന്ത് നടക്കുന്നുവെന്ന് ആമേൻ ഹല്ലേലൂയ നമ്മൾ ആരാഞ്ഞു നോക്കിയാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോകുന്ന കാര്യങ്ങളായിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്? ആമേൻ ജാഗ്രതയോടെ ഇരിക്കണം, എച്ചരിക്കയോടെ സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ സൂക്ഷിക്കാത്തതാണ് കുഴപ്പം. ഇത്ര ഉള്ള വിഷയം. പോയി എല്ലാത്തിലും അകപ്പെട്ടതിന് ശേഷം നിലവിളിച്ചുകൊണ്ട് വരുന്നു. ഹല്ലേലൂയ. ആമേൻ. എത്ര പെൺകുഞ്ഞുങ്ങൾ ആൺകുഞ്ഞുങ്ങളോട് ഞാൻ കുട്ടികളെ കൗൺസിൽ ചെയ്യുന്ന ആളാണ്. ഞാൻ കുഞ്ഞുങ്ങളെ കൗൺസിൽ ചെയ്യുമ്പോൾ എത്ര കുഞ്ഞുങ്ങളോട് പറയാറുണ്ടെന്നറിയാമോ? എത്ര യവനക്കാരോട് പറയും, മക്കളെ നിങ്ങൾ ഇങ്ങനെ പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കും. നിങ്ങൾ ഈ സ്വഭാവം വിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇത് അനുഭവിക്കേണ്ടി വരും. നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ വാക്കിനെ മറുത്ത് അവർ ആ പ്രവൃത്തിയിൽ തന്നെ തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അവരെന്ത് ചെയ്യും? തിരികെ വന്ന് മുട്ടുമടക്കും. എന്തിനാണ്? ഞാൻ അതിനകത്ത് അകപ്പെട്ടു പോയി. അയ്യോ ഇനി എന്ത് ചെയ്യും? ഇങ്ങനെ നിലവിളിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ആലയത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മസ്റ്റ് കൊണ്ടുവരണം. ഹല്ലേലൂയ. അവരെ വിട്ടിട്ട് നമ്മൾ ഒരു ആരാധന നടത്തുന്നതിൽ അർത്ഥമില്ല. നമ്മൾ ആരാധിക്കും, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ കൈവിട്ടു പോകും. ഹല്ലേലൂയ. നോക്കണേ, കുഞ്ഞുങ്ങളെ ഗെയിം കളിക്കാൻ നമ്മൾ വിട്ടിട്ട് വരും. അവർ മൊബൈലെടുത്ത് അവർ ഗെയിം കളിച്ചിട്ടേ ഇരിക്കും. നമ്മൾ ആരാധനയ്ക്ക് നേരായി എന്ന് പറയും, നമ്മൾ ഓടി വരും. പക്ഷേ ഇവിടെ വരുന്ന നമ്മൾ ആരാധിക്കും, പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ കൈവിട്ടു പോകും. ഹല്ലേലൂയ. ഇന്ന് മുതിർന്ന അമ്മമാരോട് ചോദിച്ചാൽ അറിയാം. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ ചർച്ചിലേക്ക് മുതിർന്ന അമ്മമാർ ആരാധനയ്ക്ക് വരുമ്പോൾ മക്കളെ ചൊല്ലി കരയും. അവർ പറയും, ഞാൻ എത്ര വർഷം കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നതെന്നറിയാമോ, പക്ഷേ എൻ്റെ മോള് കൈവിട്ടു പോയി. അർത്ഥം എന്താണ്? അവർ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ ചെറിയ പ്രായത്തിൽ അവൻ അല്പം അലസത കാണിച്ചു, കുഞ്ഞുങ്ങളെ വിട്ട് കളഞ്ഞു. നമ്മൾ വിചാരിക്കുന്നത് എന്താ? കുഞ്ഞ് എന്നല്ലോ. ഇന്ന് പലരും സംസാരിക്കുന്ന അങ്ങനെയാണ്. അതൊരു ചെറിയ കുട്ടിയല്ലേ. ഇനി സന്തോഷമുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥന പാസ്റ്ററിൻ്റെ മോൻ്റെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട ഈ പ്രാർത്ഥന വച്ചിരിക്കുന്നെന്ന് പറഞ്ഞു. പക്ഷേ എന്താണ്, തൻ്റെ കുഞ്ഞിന് ഒരു ജന്മദിനം പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് തൻ്റെ ആത്മീയ മക്കൾക്കും ഒരനുഗ്രഹം ഉണ്ടാകണമെന്ന് ആ ദേവദാസൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുക പ്രിയ മക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോടൊപ്പം ഇല്ലെങ്കിൽ, 10 വയസ്സും 12 വയസ്സായി കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ ഇപ്പോൾ ഇല്ലെങ്കിൽ ഓർത്തുകൊള്ളണം, നാളെ ആ കുഞ്ഞുങ്ങളൊന്നും പിടിച്ചാൽ കിട്ടത്തില്ല. നമ്മൾ മുതിർന്നവരാകും, നമ്മൾ വയസ്സാകും, പക്ഷെ നമ്മൾ കുഞ്ഞുങ്ങളെ ഓർത്ത് കരഞ്ഞുകൊണ്ടേയിരിക്കും. ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും കാണത്തില്ല. അതുകൊണ്ട് എപ്പോഴും ഞാൻ ഇതിനകത്ത് വന്നതുകൊണ്ട് അവർ സോംബേരികളായി അലസരായി അവരിയ്ക്കാൻ ശ്രമിക്കും. പക്ഷെ നമ്മൾ അവരെ വിട്ടുകളയരുത്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം. ആമേൻ. ഇതിനകത്ത് വന്നതുകൊണ്ട് ഞാനത് പറഞ്ഞതാണ്. അപ്പം അതുകൊണ്ട് ദാവീദിൻ്റെ ജീവിതത്തിൽ ആമേൻ അലസരായതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ വലിയ വിപത്തുണ്ടായി. ഹല്ലേലൂയ. 10 കൽപ്പനയിൽ 7 കൽപ്പന ലംഘിക്കേണ്ടി വന്നു. ആമേൻ. പിന്നെ എത്രത്തോളം ദാവീദ് നിലവിളിക്കേണ്ടി വന്നെന്നറിയാമോ? പ്രീതി മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടിയ കാര്യങ്ങൾ ചെയ്യേണ്ടിയ സമയത്ത് ചെയ്യാതെ ആമേൻ നമ്മൾ അലസരായി മാറിയാൽ, ആമേൻ ആരാധന നമ്മൾ അലസമാക്കിയാൽ, പ്രാർത്ഥന നമ്മൾ അലസ്യമാക്കിയാൽ, നമ്മുടെ വേദപുസ്തക വചനം നമ്മൾ അലസമായി കണ്ടാൽ, ആമേൻ ഹല്ലേലൂയ, ദൈവാലയത്തിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ അലസമായിട്ട് കണ്ടാൽ ദൈവം അത് നോക്കിക്കൊണ്ടിരിക്കും. ആമേൻ. ഇന്നല്ലെങ്കിൽ നാളെ ആമേൻ അതെല്ലാം നമുക്ക് ആമേൻ വേദനയായിട്ട് തന്നെ മാറും.
അതിന് നമ്മൾ ഒരിക്കലും കാരണമാകരുത്. ഹല്ലേലൂയ. നമ്മൾ ഉത്സാഹമുള്ളവരായി തീരേണ്ടത് ദൈവ വിഷയങ്ങളിലായിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ എന്താ പ്രീതി മക്കളെ, ഒരു വിവാഹം, നമ്മുടെ സ്വന്തത്തിലൊരു വിവാഹമുണ്ടെങ്കിൽ നമ്മൾ എന്താണ് എത്ര നേരത്തെ പോകാനായിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് വരും. പുതിയ ഡ്രസ്സ് വാങ്ങണം, അത് വാങ്ങണം, ഇത് വാങ്ങണം, നമ്മുടെ മക്കളെ ഇങ്ങനെ ഒരുക്കണം, നമ്മളിങ്ങനെ ഒരുങ്ങണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം അല്ലേ. നമ്മൾ ദീർഘനാളുകൾക്ക് മുന്നേ ഒരുക്കം ആരംഭിക്കും. ഒരു ദിവസം ഒരു മണിക്കൂർ ഒരു കല്യാണത്തിന് ചെലവഴിക്കേണ്ടതിന്. പക്ഷേ ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ വരാൻ നമ്മൾ എത്ര ധൃതി കാണിക്കുന്നു, എത്ര ഒരുക്കം കാണിക്കുന്നു. അയ്യോ, ഇന്ന് ആരാധനയാണ്, ഇന്ന് പ്രാർത്ഥനയാണ്, ഇന്നൊരു സ്പെഷ്യൽ മീറ്റിംഗ് ആണ്, അയ്യോ ഞാൻ പെട്ടെന്ന് പോകണം, ഞാൻ പെട്ടെന്ന് റെഡിയാകണം, എൻ്റെ കാര്യങ്ങളെല്ലാം വേഗത്തിൽ ക്രമപ്പെടുത്തണം. ഇങ്ങനെ നമ്മൾ എത്ര ഉത്സാഹം നമുക്ക് വരും അകത്ത്. ഇത് ആര് നോക്കിക്കൊണ്ടിരിക്കുക? ജീവനുള്ള ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്, പിശാച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ദൈവം നോക്കുമ്പോൾ കണ്ടോ, എൻ്റെ കുഞ്ഞിന് എന്നെ ആരാധിക്കാൻ വരുന്ന കാര്യത്തിൽ അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. പക്ഷെ ഒരു ലോകപരമായ ഒരു ഫംഗ്ഷന് കടന്നു പോകാൻ വേണ്ടി എത്രമാത്രം ഇൻട്രസ്റ്റ് ആണ്. അപ്പം ദൈവം നമുക്കൊരു പ്രവൃത്തി ചെയ്യുന്നതും ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. നീ നോക്കൂ, ശരി ഇങ്ങനെ ഇതിലൊന്ന് കറക്റ്റ് ആകട്ടെ. അപ്പം തന്നെ കർത്തരാൽ ആശീർവദിക്കപ്പെട്ടവരെ എന്ന് വരുവുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഒരു ഭാഗം കൂടി മാത്രം നമ്മൾ ചിന്തിച്ചിട്ട് ഇന്ന് നമ്മൾ പ്രാർത്ഥനയിലേക്ക് പോകുന്നു. വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ഇവിടെ ശ്രദ്ധിക്കാം. അപ്പോ 10 കന്യകമാര് ഈ ഭൂമിയിൽ ജാഗ്രതയില്ലാതെ ഇരുന്നവരാണ്. ഇപ്പം എന്ത് സംഭവിക്കുന്നു അവരുടെ? നമുക്കെല്ലാം അറിയാവുന്ന സംഭവം. അവരുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത്? മണവാളം വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ഇതിനെ നമ്മളുമായിട്ട് ഒപ്പിട്ട് നമ്മൾ ചിന്തിക്കണം. മണവാളം വരുന്നു എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പാസ്റ്റർമാരെല്ലാം ഇതാണ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യേശു വരാൻ പോകുന്നു. എല്ലാവരും ഭയങ്കര ജ്ഞാനികളൊക്കെ പറയും. കുറേ കാലം കൊണ്ടേ ഇവരൊക്കെ പറയുകയാണ്. ചുമ്മാ പറയുന്നതാ ഇതൊക്കെ. സ്വർഗവും നരകമൊക്കെ എവിടെയാണ്? ഇവിടെ തന്നെയാണ്. പൈസ ഉണ്ടെങ്കിൽ സ്വർഗം, ഇല്ലെങ്കിൽ നരകം. ഇങ്ങനെ പറയുന്ന സർവ്വജ്ഞാനികൾ ഇവിടെ ഉണ്ട് ഈ ലോകത്ത്. ഇന്നെന്താണ് ദൈവവേലക്കാർ, ദൈവ മക്കൾ പറയുന്നു യേശു വരാൻ പോകുന്നു. ഇവിടെ എന്ത് പറയുന്നു? മണവാളൻ വരാൻ പോകുന്നു, വിളക്ക് തെളിയിക്കണം. വിളക്ക് തെളിയിക്കണം. യഹൂദന്മാരുടെ ആചാരപ്രകാരം രാത്രിയിലാണ് കല്യാണം. അതുകൊണ്ട് വിളക്കെടുക്കുന്ന എക്സാമ്പിൾ പറയുന്ന യേശു, ഉപമ പറയുന്നത്. ഇവിടെ എന്ത് പറയുന്നു? മണവാളം വരാൻ പോകുക, വിളക്കെടുക്കാൻ പറഞ്ഞു. അപ്പോൾ 10 കന്യകമാർ, എന്നെയും കൂട്ടി നമ്മൾ ഇതിനകത്ത് 10 പേര് വിചാരിക്കുക. എന്നെയും കൂട്ടി പറഞ്ഞാലല്ലേ ശരിയാവുള്ളൂ. അപ്പം എന്താണ്? 10 പേര് ഒരുങ്ങി റെഡിയായി നിന്നു. കയ്യിലെന്തെടുത്തു? വിളക്കെടുത്തു. അപ്പോൾ എല്ലാവരും വിചാരിച്ചു മണവാളം വരുമ്പോൾ മണവാളം വരുന്നേന്ന് ആർപ്പ് വിളി ഉണ്ടാവുമ്പം വിളക്കും എടുത്തും കൊണ്ട് മണവാളനെ എതിരേക്ക് അങ്ങോട്ട് പോകണം. ഇത് യഹൂദന്മാരുടെ കല്യാണമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നടന്നങ്ങ് പോകണം. ഇപ്പോൾ മണവാളൻ വരുന്നു എന്ന് ഒരു വലിയ ശബ്ദം വിളിച്ചു. അപ്പം എന്തായി? ചടപട എടുത്തു. എന്തോന്നെടുത്തു? വിളക്കെടുത്ത് 5 പേരുടെ വിളക്കിനകത്ത് എണ്ണയുണ്ടായിരുന്നു. 5 പേരുടെ വിളക്കിനകത്ത് എണ്ണയില്ല. എണ്ണയില്ലാത്ത കന്യകമാരെല്ലാവരും കൂടെ കിടന്ന് ഒരു പെടച്ചിലായിരുന്നു. അവിടെ കിടന്നു പെടച്ചിൽ. നിങ്ങൾ കണ്ടുണ്ടോ? ചില ആൾക്കാർ പാസ്റ്റർ വീട്ടിൽ വരുമ്പോൾ ഈ വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കാത്ത സഹോദരിമാരുണ്ട്. പാസ്റ്റർ വരുന്നു നിങ്ങൾ ദൂരേന്ന് സിമ്പൽ കിട്ടുമ്പോൾ കടപട കസാര എടുത്ത് ഇങ്ങോട്ട് വയ്ക്കണം, പാത്രം എടുത്ത് അങ്ങോട്ട് വയ്ക്കണം, തുണി എടുത്ത് ഇങ്ങോട്ട് വയ്ക്കണം. അതെ, കാരണം അതിൻ്റെ അർത്ഥം എപ്പോഴും ആ വീട് കറക്റ്റാണ്, വൃത്തിയല്ല. പാസ്റ്റർ വരുമ്പോൾ ഒന്ന് ഇല്ലേ, അല്ലെങ്കിൽ ഒരു വിരുന്നുകാർ ആരോ ആവട്ടെ, ഈ കൂടുതലും ദൈവമക്കളാകുമ്പോൾ പാസ്റ്റർ വരുമ്പോഴാണ് ഈ പടച്ചിൽ കാണിക്കുന്നത്. അല്ലാതെ സ്വന്തക്കാരൊക്കെ വരുമ്പോൾ അവർക്കറിയാം നമ്മൾ സ്വന്തക്കാർ എന്ന് വിചാരിക്കുക. അയ്യോ ഒരു പാസ്റ്റർ വരുന്നു പറയുമ്പോൾ പെട്ടെന്ന് ഒതുക്കാതെ. ഇതേപോലെ എന്തായി? അവിടെ
വിളക്കെടുത്തു, എണ്ണ എടുക്കാൻ മറന്നുപോയി സംഭവം. ഇപ്പം ആര് വന്ന് നിൽക്കുകയാണ് വാതിൽക്കല്? മണവാളം വന്ന് നിൽക്കുകയാണ്. ആരെയാണോ കാത്തിരുന്നത് വന്ന് നിൽക്കുകയാണ് ഇവിടെ. ഇനി വിളക്കിൽ എണ്ണ എടുക്കാൻ ഓടാൻ പറ്റുമോ? സമയമില്ല, ഇനി സമയമില്ല. അപ്പോൾ ഉടനെ ഇവർ ചോദിക്കുകയാണ്, വിളക്കെടുത്ത് എണ്ണയും കൂടെ എടുത്തു വെച്ച ബുദ്ധിയുള്ള ആൾക്കാർ നല്ല സ്റ്റൈലായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ചോദിക്കണേ, ഞാൻ കുറച്ച് തരണം. പിച്ചക്കാരെ പോലെ ചോദിക്കുകയാണ്, കുറച്ച് തരൂ, ഞങ്ങൾ എടുക്കാൻ മറന്നുപോയി. എൻ്റെ അർത്ഥം അലസരായിരുന്നു, ജാഗ്രതയില്ലായിരുന്നു. മണവാളം വരുമ്പോൾ എന്തൊക്കെയാണ് സൂക്ഷിച്ച് വെച്ചിരിക്കേണ്ടത്, കയ്യിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം, ഇതൊന്നും ശ്രദ്ധയില്ല. പോയി എങ്ങനെ നിന്ന് ചോദിച്ചു. അവർ നല്ല പെമ്പിള്ളാരായിരുന്നു. അവർ മറുപടി പറഞ്ഞു, ഇപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾക്കും തികയില്ല, ഞങ്ങൾക്കും തികയില്ല. അവസാനം 2 കൂട്ടർക്കും പോകാൻ പറ്റൂല, വിളക്കണഞ്ഞു പോവും. ഇത് പറഞ്ഞപ്പോൾ ഇവർ എന്ത് ചെയ്തു? എണ്ണ എടുക്കാൻ വേണ്ടി പോയി. എണ്ണ എടുക്കാൻ വേണ്ടി പോയ സമയം കൊണ്ട് ആര് വന്നു? മണവാളൻ വന്നു. വിളക്ക് കത്തിക്കൊണ്ടിരുന്ന മണവാട്ടികളെയും കൊണ്ട് പോയി വാതിലങ്ങ് അടച്ചു. ഹല്ലേലൂയ. പുറത്താക്കപ്പെട്ടു, ജാഗ്രതയില്ലാത്തത് കൊണ്ട്. പ്രിയ ദൈവ പൈതലേ, ആമേൻ, ജീവിതം പരിശുദ്ധാത്മാവാകുന്ന എണ്ണ നമ്മുടെ ജീവിതത്തിനകത്ത് സൂക്ഷിച്ചു വെക്കാതെ നമ്മൾ മണവാളൻ വരുമെന്ന് പറഞ്ഞ് നമ്മൾ കാത്തിരിക്കുന്നത് കൊണ്ട് ഒരർത്ഥവുമില്ല. മണവാളൻ വരുമ്പോൾ മണവാളൻ്റെ മുന്നിൽ നമ്മുടെ ജീവിതമാകുന്ന വിളക്കിനെ ഇങ്ങനെ തെളിയിക്കാൻ പോകുമ്പോൾ അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ തന്നെ വിളക്ക് തെളിയുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ യേശു പ്രസാദിക്കുകയുള്ളൂ. അവൻ നമ്മുടെ ജീവിതത്തെ പ്രസാദിച്ചിട്ട് നമ്മുടെ കരം പിടിച്ച് നമ്മളെ മണിയറയിലേക്ക് കൊണ്ടുപോകുകയുള്ളൂ. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ നമ്മൾ ആ സമയത്തായിരിക്കും നമുക്ക് പെടച്ചിലുണ്ടാവുന്ന, അയ്യോ ഞാൻ കൈവിട്ട് പോകാൻ പോണേ, അയ്യോ ഞാൻ നരകത്തിലേക്ക് പോകാൻ പോണേ, ഇനി എനിക്ക് എവിടെ നിന്ന് എണ്ണ കിട്ടും, ഇനി എനിക്ക് എവിടെ നിന്ന് അഭിഷേകം കിട്ടും, എവിടെ നിന്ന് എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും, ഇനി എനിക്ക് വിശുദ്ധിയായിട്ട് ജീവിക്കാൻ പറ്റുമോ, അയ്യോ ഞാൻ കൈവിടപ്പെട്ടു പോകാൻ പോണേ. ഈ പെടച്ചിലായിരിക്കും നമുക്ക്. ആ പെടയുന്ന സമയം കൊണ്ട് മണവാളൻ മണവാട്ടികളെയും കൊണ്ട് പോകും. പ്രിയ ദൈവമക്കളെ, ഇതാ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം. ഹല്ലേലൂയ. ഇങ്ങനെ സംഭവിക്കുന്നതിന് മുന്നേ എച്ചരിക്കை തരുന്നു. സഭയിൽ, ആരാധനകളിൽ, പ്രാർത്ഥനകളിൽ നിങ്ങൾക്ക് എത്രത്തോളം പരിശുദ്ധാത്മ ശക്തിയെ സ്റ്റോർ ചെയ്യാമോ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശേഖരിക്കാമോ, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെ നിങ്ങൾക്ക് സ്വീകരിക്കാമോ, നിങ്ങൾക്ക് എത്രത്തോളം പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധമായിട്ട് ജീവിക്കാൻ കഴിയുമോ, അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ഒരുക്കി റെഡിയായി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പേടിക്കാനില്ല. ഹല്ലേലൂയ. നമ്മൾ പേടിച്ചു പോകത്തില്ല. കാരണം എൻ്റെ യേശു ഇപ്പോൾ വന്നാലോ എൻ്റെ കയ്യിൽ വിളക്കുമുണ്ട്, എണ്ണയുമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഉറപ്പ് നമ്മൾ പ്രാപിക്കാതിരുന്നാൽ നമ്മൾ ആരാധിച്ചത് കൊണ്ടോ പാടിയത് കൊണ്ടോ സ്തുതിച്ചത് കൊണ്ടോ ഒന്നും അർത്ഥമില്ല. നാള് കഴിയുമ്പോൾ നമ്മൾ കൈവിടപ്പെട്ടു പോകുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ജാഗ്രതയോടെ ഇരിക്കണം, എച്ചരിക്കയായിരിക്കണം എൻ്റെ മക്കൾ എന്ന് എത്ര പേരോട് ദൈവം എന്തെന്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ. നിങ്ങൾ ഇന്ന് ഈ ദൈവവചനത്തിൽ നിന്ന് കേട്ടപ്പോൾ, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ചില സോമ്പേറിത്തനങ്ങളുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. എനിക്ക് നിങ്ങളെ അറിയത്തില്ല, സത്യമാണ് പ്രിയ ദൈവമക്കളെ. നിങ്ങളുടെ പാസ്റ്ററിനെ എനിക്കറിയത്തില്ല, ഞാൻ ആദ്യമായി പാസ്റ്റർ കാണുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവിനെ എന്നെയും അറിയാം, നിങ്ങളെയും അറിയാം. നിങ്ങൾ ദൈവത്തോട് തുറന്ന് പറയും, ദൈവമേ, എനിക്ക് ചില സോമ്പേറിത്തനങ്ങളുണ്ട്. ആരാധന വിഷയത്തിൽ, പ്രാർത്ഥന വിഷയത്തിൽ, ദൈവത്തിന് കൊടുക്കുന്ന വിഷയത്തിൽ. ചില ആൾക്കാർ അങ്ങനെയാണ്, ദൈവത്തിന് വേണ്ടി അത് ചെയ്യുക, ഇത് ചെയ്യുക, ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയും. പക്ഷെ എന്താണ്, കുറേ നാൾ കഴിയുമ്പം ആ കാര്യത്തിലൊരു സോമ്പേറിത്തനം വരും. അപ്പം എന്ത് കാര്യമാണ്, ദൈവത്തിൻ്റെ ആലയത്തിൽ പോയി ഞാനിത് ചെയ്യാമെന്നോ, ഇല്ല ഞാൻ ഇത്ര മണിക്കൂർ പ്രാർത്ഥിക്കാമെന്നോ, അല്ലെങ്കിൽ ഞാൻ ഇത്ര നേരം ദൈവത്തിന് വേണ്ടി വേർതിരിക്കാമെന്നോ, അല്ല നശിച്ചു പോകുന്നവർക്ക് വേണ്ടി ഞാൻ കണ്ണുനീർ വിടാമെന്നോ, എന്താണ് ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളും ദൈവവുമായിട്ടുള്ള ഉടമ്പടികൾ? ഹല്ലേലൂയ. ദൈവത്തോട് പറ, ദൈവമേ, അവിടെ എവിടെയോ ഞാനൊരു സോമ്പേറിയായിപ്പോയി. ഹല്ലേലൂയ. ഒന്നുകിൽ ഒരു സാഹചര്യം കൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ ഇന്നൊരാളുടെ പെരുമാറ്റം കൊണ്ടായിരിക്കാം, ഇന്നൊരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ വേദനിപ്പിച്ചത് കൊണ്ടായിരിക്കാം. പക്ഷേ ഇതൊന്നും ഒരു കാരണമല്ല പ്രിയ ദൈവമക്കളെ. യേശുവിൻ്റെ ശിഷ്യനായ പത്രോസിന് പോലും ദൈവം ഇതൊരു കാരണമായി കണ്ടില്ല.
ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, അതെല്ലാം നമ്മളെ ജഡത്തിൽ പ്രവർത്തിക്കാൻ വയ്ക്കും. മാംസത്തിന് ക്രിയകൾ നമ്മുടെ ജീവിതത്തിൽ വരും. ഇടം കൊടുക്കരുത്. പിശാച് നമ്മളെ വിഴുങ്ങും. അവൻ ഇടം കൊടുക്കരുത്. അവൻ ജാഗ്രതയോടെ ഇരിക്കണം. ഉണർന്ന് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഉണർന്ന് പ്രാർത്ഥിക്കണം. ആമേൻ. ഇന്ന് ദൈവദാസൻ പറഞ്ഞൊരു വാക്ക് ഞാൻ ശ്രദ്ധിച്ചു. ആമേൻ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾ വേണ്ടോളം അഭിഷേകത്തിൻ്റെ ശക്തി പ്രാപിക്കണം. ഹല്ലേലൂയ. നമ്മൾ പ്രാപിച്ചതൊന്നും പോരെ പ്രിയ ദൈവമക്കളെ, ഇത്രയോ ആയതേ ഉള്ളൂ. ഹല്ലേലൂയ. ഇനി കർത്താവിൻ്റെ വരവിൽ നമ്മൾ എടുക്കപ്പെടുവാൻ ഈ ദുഷ്ടഭൂമിയിൽ വിശുദ്ധരായിട്ട് ജീവിക്കാൻ എത്രത്തോളം ശേഖരിക്കണമെന്നറിയാമോ? ഹല്ലേലൂയ. എത്രത്തോളം നമ്മളത് പ്രാപിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. വിളക്ക് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിച്ചിരിക്കാം. പക്ഷേ മതിയായ അളവിൽ നിങ്ങളിലുണ്ടോ? അല്ലെങ്കിൽ വിളക്ക് തെളിയിക്കുമ്പോൾ അത് അണഞ്ഞു പോകും. ഹല്ലേലൂയ. ഇല്ല. കർത്താവ് ദാവീദിനെ പോലെ ഹല്ലേലൂയ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യാത്തത് കൊണ്ട് ഏതെങ്കിലും പാപപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഓടുന്നുണ്ടോ? അനാവശ്യമായി നമ്മൾ TV കണ്ട് നമ്മുടെ സമയത്ത് ചെലവാക്കുന്നോ? നമ്മുടെ മൊബൈൽ നമ്മൾ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ? നമ്മുടെ തലമുറകളെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടോ? ഹല്ലേലൂയ. ഇതെല്ലാം അലസത മുഖാന്തരം, സോമ്പേറിത്തനം മുഖാന്തരം വരുന്നതാ. അങ്ങനെ വന്നാൽ ഹല്ലേലൂയ വലിയ പാപത്തിലേക്ക് നമ്മളെ പിശാച് വലിച്ചു കൊണ്ടുപോകും. ഹല്ലേലൂയ. അവരവരുടെ ജീവിതത്തെ അവരവർ ചിന്തിക്കുക. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഈ കുറവുണ്ട് കർത്താവേ. ഇങ്ങനെ പറഞ്ഞ ഒരു കാര്യം എൻ്റെ ജീവിതത്തിലുണ്ട്. അതെനിക്ക് നേരെയാക്കണം. ഹല്ലേലൂയ. പ്രീതി മക്കളെ, നമ്മൾ മനുഷ്യരോടൊന്നുമല്ല പറയുന്നത്, ജീവനുള്ള ദൈവത്തോടാണ് പറയുന്നത്. നമ്മളെ വീണ്ടെടുത്ത കാൽവരി സ്നേഹത്തിൻ്റെ മുന്നിലാണ് നമ്മൾ പറയുന്നത്. ഹല്ലേലൂയ. ദൈവം നിശ്ചയമായിട്ട് നമ്മളെ കെട്ടി എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. നമ്മളെ ഉണർവുള്ളവരാക്കി മാറ്റും. ഹല്ലേലൂയ.